മാരിടൈം ലോ എന്നുള്ള സബ്ജക്റ്റിൻ്റെ ഒരു ഓവർവ്യൂ നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഈ ക്ലാസ്സിലെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മാരിടൈം ലോ യുടെ ഒരു ബേസിക് ഐഡിയ, പ്രധാനപ്പെട്ട കൺസെപ്റ്റുകൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാക്കുകൾ, അവയുടെ അർത്ഥം എന്താണ്, അങ്ങനെയൊക്കെയുള്ളൊരു വളരെ ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ കിട്ടുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു 1/2-3 മണിക്കൂർ കൊണ്ട് തന്നെ ഈ മാരിടൈം ലോയുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും അടിസ്ഥാനപരമായി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ആ ഒരു കാര്യമായിരിക്കും നമ്മൾ നോക്കുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഇതിന് പുറമെ ആഡ് ചെയ്യുന്നതായിരിക്കും. ഇതൊരു കോഴ്സ് പോലെ തന്നെയാണ്. ആദ്യത്തെ ക്ലാസ് ഫ്രീ ആയിട്ട് യൂട്യൂബിലുണ്ടാവും. യൂട്യൂബിലെ വീഡിയോയുടെ താഴെ ആ കോഴ്സിൻ്റെ ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ അഡീഷണൽ ക്ലാസ്സുകളുണ്ടാവും. സബ്ജക്റ്റ് സിലബസ് മുഴുവൻ കവർ ചെയ്യുന്ന തരത്തിലുള്ള ക്ലാസ്സുകൾ അഡീഷണൽ ആയിട്ടുണ്ടാവും. എന്നാലും ഒരു 5 ക്ലാസ് കൊണ്ട് നമുക്ക് സിലബസ് മുഴുവൻ കവർ ചെയ്യാനായിട്ട് പറ്റും. പരമാവധി ഒരു 4-5 മണിക്കൂർ കൊണ്ട് നമുക്ക് സിലബസ് മുഴുവൻ കവർ ചെയ്യാം. അതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ PDF രൂപത്തിൽ നമ്മൾ കോഴ്സിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് മാരിടൈം ലോ എന്നുള്ള സബ്ജക്റ്റിലേക്ക് നേരിട്ട് കയറാം. എന്താണ് മാരിടൈം ലോ? മാരിടൈം ലോ എന്ന് പറഞ്ഞാൽ കടലിൻ്റെ നിയമമാണ്, കടലിലെ നിയമം. അപ്പോൾ അതായത് നമ്മളിപ്പം കരയിലെ കാര്യം പറഞ്ഞാൽ, കരയിൽ റോഡിലൂടെയാണ് പല വാഹനങ്ങൾ ഓടുന്നത്. അപ്പം റോഡിലൂടെ വാഹനങ്ങൾ ഓടുമ്പം റോഡിലെ നിയമങ്ങളുണ്ട്. അപ്പോൾ അതുപോലെ കടലിലെ കാര്യങ്ങളെടുത്താൽ കടലിലെ വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ കപ്പലുകളും ബോട്ടുകളും ബാർജുകളും ഒക്കെയാണ്. അപ്പം ഈ കടലിലെ കപ്പലുകളുടെ നിയമം എന്ന് എളുപ്പത്തിൽ വേണമെങ്കിൽ നമുക്ക് മാരിടൈം ലോയെ വിശേഷിപ്പിക്കാം. അപ്പം കടലിൽ കൂടെയാണല്ലോ കപ്പൽ പോകുന്നത്. അപ്പോൾ ഈ സമുദ്രത്തിൻ്റെ നിയമമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമുദ്രം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ പ്രോപ്പർട്ടി അല്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു കോമൺ ആയിട്ടുള്ളൊരു നിയമത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പം കരയിലാവുമ്പം കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാണ്. വാഹനങ്ങൾ സാധാരണ ഒരു രാജ്യത്തിലെ റോഡിലൂടെ ആയിരിക്കും പോകുന്നത്. അപ്പം ആ രാജ്യത്തിലെ നിയമമായിരിക്കും അവിടെ ആപ്ലിക്കബിൾ ആയിട്ടുണ്ടാവുക. അതുകൊണ്ട് നിയമത്തിനൊരു വ്യക്തത ഉണ്ടാവും. എന്നാൽ കപ്പലുകൾ അങ്ങനെയല്ല. കപ്പലുകൾ ടെറിട്ടോറിയൽ വാട്ടറിൽ കൂടെ പോകുമ്പം ഓരോ രാജ്യത്തെ ടെറിട്ടോറിയൽ വാട്ടറിൽ ആ രാജ്യത്തെ നിയമമായിരിക്കും ആപ്ലിക്കബിൾ. എന്നാൽ ഹൈ സീസിലൂടെ ആണ് കപ്പൽ പോകുന്നതെങ്കിൽ അത് ഇൻ്റർനാഷണൽ വാട്ടേഴ്സാണ്. അവിടെ ഒരു പർട്ടിക്കുലർ രാജ്യത്തെ നിയമം ആപ്ലിക്കബിൾ അല്ല. അപ്പോൾ ഹൈ സീസിലൂടെ പോകുമ്പം ആ കപ്പൽ ഏത് രാജ്യത്താണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, ആ കപ്പലിൽ ഏത് രാജ്യത്താണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ രാജ്യത്തെ ഫ്ലാഗ് ആയിരിക്കും ആ കപ്പലിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ ആ രാജ്യത്തെ നിയമമായിരിക്കും ആ ഹൈസിയിലൂടെ കപ്പൽ യാത്ര ചെയ്യുമ്പോൾ ആപ്ലിക്കബിൾ ആവുക. അപ്പം ഈ നിയമങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം. ഈ കപ്പലിൽ എന്ത് നിയമമാണ് ആപ്ലിക്കബിൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായും നമ്മൾ മാരിടൈം ലോയിൽ പഠിക്കുന്നത്. ഇപ്പോൾ ഒരിക്കൽ കൂടെ പറയാം. മാരിടൈം ലോ എന്ന് പറഞ്ഞാൽ കടലിലെ നിയമങ്ങളാണ്. കരയിൽ വാഹനങ്ങൾ റോഡിലൂടെ പോകുമ്പോൾ കരയിൽ നിയമം ഉള്ളതുപോലെ കടലിലൂടെ കപ്പലുകൾ സഞ്ചരിക്കുമ്പോൾ അവിടെ എന്ത് നിയമമാണ് എന്നുള്ളതാണ് മാരിടൈം ലോയിൽ നമ്മൾ പ്രധാനമായും പഠിക്കുന്നത്. അപ്പോൾ ഈ മാരിടൈം ലോയെ അഡ്മിറാലിറ്റി ലോ എന്നും വിളിക്കാറുണ്ട്. അഡ്മിറാലിറ്റി ലോ എന്ന് പറഞ്ഞാൽ മാരിടൈം ലോ തന്നെയാണ്. അപ്പം this is a special branch of law that deals with the rules and regulations related to the sea. കടലിലുമായിട്ട് ബന്ധപ്പെട്ട റൂൾസും റെഗുലേഷൻസുമാണ്. അപ്പോൾ കടൽ എന്ന് പറയുമ്പോൾ കടലിൽ മാത്രം അവിടെ നിൽക്കുന്നില്ല. കടല്, ഷിപ്പുകൾ, സെയിലേഴ്സ്. അപ്പം കടലാലോചിക്കുക, കടലിൽ ഉണ്ടാവും. അപ്പോൾ കപ്പലിൻ്റെ ഉള്ളിൽ സെയിലേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇവരെല്ലാം ഈ മാരിടൈം ലോ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം സമുദ്രമോ നാവിഗബിൾ വാട്ടേഴ്സോ, സമുദ്രം തന്നെ ആയിരിക്കണമെന്നില്ല, സഞ്ചരിക്കാൻ യോഗ്യമായ വെള്ളത്തിലൂടെ ഉള്ള എല്ലാ കാര്യങ്ങളെയും മാരിടൈം ലോ ബാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മാരിടൈം ലോയുടെ പരിധിയിൽ വരുന്നുണ്ട്. അപ്പം മാരിടൈം ലോയുടെ മറ്റൊരു വാക്ക് ഞാൻ പറഞ്ഞു, അഡ്മിറാലിറ്റി ലോ. അപ്പം മാരിടൈം ലോ എന്തൊക്കെ കാര്യങ്ങൾ കവർ ചെയ്യുന്നു എന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് അറിയാം. കടല്, കപ്പല്, സെയിലേഴ്സ്, ഇതെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷിപ്പിങ്ങും ട്രേഡും മാരിടൈം ലോയുടെ ഭാഗമാണ്. കടലിലൂടെയുള്ള ഷിപ്പിംഗ്, അതേപോലെ ട്രേഡ്. പിന്നെ കടലിലൂടെ കപ്പലുകൾ സഞ്ചരിക്കുമ്പം അവിടെ പൊല്യൂഷൻ ഉണ്ടാവാം.
ഈ കപ്പലുകളിൽ നിന്ന് കപ്പൽ പലപ്പോഴും ഓയിലുണ്ടാവാം, കപ്പലിൻ്റെ ഫ്യൂവൽ ഓയിലായിരിക്കുമല്ലോ. അപ്പം ആ ഓയിൽ സ്പില്ലേജ് കൊണ്ടുള്ള പൊല്യൂഷൻ ഉണ്ടാവാം, അല്ലെ കപ്പലിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ ഡംപ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ടുള്ള പൊല്യൂഷൻ ഉണ്ടാവാം, അല്ലെ കപ്പലുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് ആക്സിഡൻറ്റുകൾ ഉണ്ടാവാം, കൂട്ടിയിടിക്കാതെ തന്നെ കപ്പലുകൾ മുങ്ങിപ്പോവാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മാരിടൈം ലോയുടെ പരിധി വരുന്നുണ്ട്. അതുപോലെ ഒരു കപ്പൽ മുങ്ങാൻ തുടങ്ങുകയാണെങ്കിൽ ആ കപ്പലിനെ രക്ഷിക്കുന്ന പ്രോസസ്സ്, റെസ്ക്യൂ ഓപ്പറേഷൻസ്, അത് മാരിടൈം ലോയുടെ പരിധിയിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു കപ്പലെന്ന് പറയുമ്പോൾ കപ്പലിന് ഒരു ഉടമസ്ഥനുണ്ടാവാം. അതേപോലെ കപ്പൽ വാടകയ്ക്ക് എടുത്തിട്ടായിരിക്കും പലപ്പോഴും കാര്യങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ കപ്പലിൽ കപ്പൽ പലപ്പോഴും ആൾക്കാരെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് സാധനങ്ങൾ ഒരു സ്ഥലത്തു നിന്ന് അടുത്ത സ്ഥലത്തിലേക്ക് കൊണ്ടുപോകായിരിക്കും. അപ്പം ഈ കാർഗോയുടെ ഓണേഴ്സ് ഉണ്ടാവാം. അപ്പോൾ അവർ തമ്മിലുള്ള തർക്കങ്ങളുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, അപ്പം പലപ്പോഴും ഇത് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളായിട്ടും മാറും. കാര്യം കപ്പൽ ഒരു രാജ്യത്തെ ആയിരിക്കാം, കാർഗോ ചിലപ്പോൾ മറ്റൊരു രാജ്യത്തെ ആയിരിക്കാം. അപ്പോൾ രാജ്യങ്ങൾ തമ്മിലുള്ള തർക്ക വിഷയമായി മാറാം. അപ്പോൾ ഇതൊക്കെ ഈ മാരിടൈം ലോയിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവാം? കടല്, കപ്പല്, സെയിലേഴ്സ്, അതേപോലെ തന്നെ ഷിപ്പിംഗ് കാര്യങ്ങൾ, ട്രേഡ് കാര്യങ്ങൾ, പൊല്യൂഷൻ്റെ കാര്യങ്ങൾ, ആക്സിഡൻസിൻ്റെ കാര്യങ്ങൾ, റെസ്ക്യൂവിൻ്റെ കാര്യങ്ങൾ, അതേപോലെ തന്നെ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ഷിപ്പ് ഓണേഴ്സ് ആൻഡ് കാർഗോ ഓണേഴ്സ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് മാരിടൈം ലോയിൽ മനസ്സിലാക്കാനായിട്ടുണ്ട്. ഇനി എന്തിനാണ് ഈ മാരിടൈം ലോ? അപ്പോൾ നമുക്ക് നിയമം എന്തിനാണ് എന്ന് ചോദിച്ചാൽ, നിയമം ഉണ്ടാക്കുന്നത് തന്നെ ഒരു മിസ്ചീഫ് പരിഹരിക്കാനാണ്, അല്ലേ? ഒരു പ്രോബ്ലം ഉണ്ടാവാം, ആ പ്രോബ്ലം പരിഹരിക്കാനാണ് നിയമം. അപ്പോൾ കടലിലൂടെ ഈ കപ്പലുകൾ പോകുമ്പോൾ പലപ്പോഴും പല പല പ്രശ്നങ്ങളുണ്ടാവാം, അല്ലേ? നമ്മളിപ്പോൾ കണ്ടതുപോലെ തന്നെ ഷിപ്പ് ഓണേഴ്സും കാർഗോ ഓണേഴ്സും തമ്മിലുള്ള തർക്കങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ പൊല്യൂഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ ഷിപ്പിന് റെക്കുണ്ടാവാം, ഡാമേജ് ഉണ്ടാവാം, അല്ലെങ്കിൽ പൈറസി പോലെയുള്ള പ്രശ്നങ്ങളുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളുണ്ടാവുമ്പോൾ അവിടെ പലരുടെ ഇൻട്രസ്റ്റ് വയലേറ്റ് ചെയ്യപ്പെടുകയാണ്. ഷിപ്പ് ഓണേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് ചിലപ്പോൾ വയലേറ്റ് ചെയ്യപ്പെടാം, കാർഗോ ഓണേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് വയലേറ്റ് ചെയ്യപ്പെടാം, പൊല്യൂഷൻ സംഭവിച്ച ജനറൽ പബ്ലിക്കിൻ്റെ ഇൻട്രസ്റ്റ് വയലേറ്റ് ചെയ്യപ്പെടാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കവിടെ പീപ്പിളിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഷിപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഫിഷിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഓഷ്യനെ അല്ലെങ്കിൽ നേച്ചറിനെ മൊത്തത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഈ പലരുടെ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു മാരിടൈം ലോ എന്നുള്ള ഒരു നിയമത്തിൻ്റെ ആവശ്യകത. അപ്പോൾ മാരിടൈം ലോയെ വേറൊരു വാക്കും കൊണ്ട് വിളിക്കും, അഡ്മിറാലിറ്റി ലോ. അപ്പോൾ ഇതിൻ്റെ എല്ലാം ആവശ്യം എന്ന് പറഞ്ഞാൽ പലരുടെ ഇൻട്രസ്റ്റാണ് നമുക്ക് ഈ കടലുമായിട്ട് ബന്ധപ്പെട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളത്. അതിനുവേണ്ടി അങ്ങനെ ഒരു നിയമത്തിൻ്റെ ആവശ്യമുണ്ട്. നിർഭാഗ്യവശാൽ ഇത് ഒരു രാജ്യത്തിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നിയമമല്ല. അതുകൊണ്ട് തന്നെ മറ്റു പല രാജ്യങ്ങൾ ചേർന്നായിരിക്കണം ഒരു നിയമം ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും ആ എഗ്രിമെൻറ്റുകളെ കൺവെൻഷൻസ് എന്നായിരിക്കും വിളിക്കുക. കൺവെൻഷൻസ് എന്നും ട്രീറ്റി എന്നൊക്കെ ആയിരിക്കും. അപ്പം ഒരു ഇൻ്റർനാഷണൽ സ്വഭാവമുള്ള ഒരു സബ്ജക്റ്റാണ് മാരിടൈം ലോ. ഇതുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു സബ്ജക്റ്റ് നമ്മൾ നേരത്തെ പഠിച്ചു, അതാണ് പബ്ലിക് ഇൻ്റർനാഷണൽ ലോ. പബ്ലിക് ഇൻ്റർനാഷണൽ ലോ എന്ന് പറയുമ്പോൾ അവിടെ പല സ്റ്റേറ്റുകൾ തമ്മിലുള്ള റിലേഷൻസ് അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. പബ്ലിക് ഇൻ്റർനാഷണൽ ലോ, അപ്പോൾ പബ്ലിക് ഇൻ്റർനാഷണൽ ലോയുടെ ഒരു ഭാഗമാണ് അല്ലെങ്കിൽ ഒരു സബ്സെറ്റാണ് മാരിടൈം ലോ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പബ്ലിക് ഇൻ്റർനാഷണൽ ലോയിൽ നമ്മൾ ഈ കടലിലെ നിയമങ്ങളും അതുപോലെ ഔട്ടർ സ്പേസിലെ നിയമങ്ങളും ഒക്കെ നമ്മൾ പബ്ലിക് ഇൻ്റർനാഷണൽ ലോയിൽ പഠിക്കും. അപ്പം പബ്ലിക് ഇൻ്റർനാഷണലിൽ നമ്മൾ ഈ മാരിടൈം, ഈ ഓഷ്യനിലേക്ക് മാത്രം സ്പെസിഫൈ ചെയ്യുന്ന നിയമമാണ് മാരിടൈം ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഇത് കടല് പല രാജ്യങ്ങളെ കണക്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പൊതുവായ ചില നിയമങ്ങൾ ആവശ്യമുണ്ട്. കപ്പലുകൾ ഒരു രാജ്യത്തിൻ്റെ ബൗണ്ടറിയിൽ നിന്ന്, ഒരു ടെറിട്ടോറിയൽ വാട്ടർ എന്ന് പറയുമ്പോഴും ഒരു രാജ്യത്തിൻ്റെ ബൗണ്ടറിയുടെ അടുത്ത് തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു രാജ്യത്തിൻ്റെ അതോറിറ്റി ഉള്ള ഏരിയയാണ്. അവിടെ നിന്ന് അടുത്ത രാജ്യത്തിൻ്റെ അതോറിറ്റി ഉള്ള ഏരിയയിലേക്ക് മാറുകയാണ്. അത് കഴിഞ്ഞ് ഹൈസീസിലേക്ക് പോകും. അപ്പോൾ അവിടെ ഒരു കോമൺ ആയിട്ടുള്ള നിയമങ്ങൾ, പൊതു നിയമങ്ങൾ ആവശ്യം ഉണ്ട്. പിന്നെ അതേപോലെ പലതരം പ്രശ്നങ്ങൾ ഉണ്ടാവാം. പൈറസി ഉണ്ടാവാം, ഓയിൽ സ്പിൽ ഉണ്ടാവാം, സ്മഗ്ലിംഗ് ഉണ്ടാവാം, ആക്സിഡൻസ് ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഇൻ്റർനാഷണൽ ആയിട്ടൊരു കോപ്പറേഷൻ ആവശ്യമുണ്ട്. എങ്കിൽ മാത്രമേ കടലിലെ കപ്പലിലെ പാസഞ്ചേഴ്സിനെ, കപ്പലിലെ ജോലിക്കാരെ, ട്രേഡേഴ്സിനെ, പലരുടെ ഇൻട്രസ്റ്റും റൈറ്റ്സും പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് മാരിടൈം ലോ എന്നുള്ള ഒരു നിയമം ആവശ്യമാണ്.
അപ്പം ഈ നിയമം എന്തൊക്കെ കാര്യങ്ങൾ കവർ ചെയ്യുന്നുണ്ട്? കപ്പലുകൾ എങ്ങനെയാണ് സഞ്ചരിക്കേണ്ടത്? കപ്പലുകൾ തോന്നിയതുപോലെ സഞ്ചരിച്ചാൽ കപ്പലുകൾ തമ്മിൽ കൂട്ടിയിടിക്കാനോ ക്രാഷ് ചെയ്യാനോ ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കപ്പലുകൾ ഏത് റൂട്ടിലൂടെയാണ് സഞ്ചരിക്കേണ്ടത്, എങ്ങനെയാണ് സഞ്ചരിക്കേണ്ടത്, ഇനി ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചാൽ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഒരു 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 ആക്സിഡൻറ്റ് സംഭവിക്കുന്ന സമയത്ത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, അതൊരു കാര്യം. അതേപോലെ തന്നെ ഒരു ഷിപ്പിന് ഡാമേജ് സംഭവിക്കുന്നു എന്ന് വിചാരിക്കുക, ഒരു കപ്പൽ തകർന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കപ്പലിലുള്ള ഗുഡ്സ് ഉണ്ടല്ലോ, കാർഗോ ഉണ്ട്, ആ ഗുഡ്സ് നഷ്ടപ്പെട്ടു പോകുന്ന ഗുഡ്സിൻ്റെ ഡാമേജ് ആര് ബെയർ ചെയ്യും? കപ്പലിൻ്റെ ഉടമസ്ഥൻ അത് ബെയർ ചെയ്യണോ, അതോ കപ്പലിലെ കാർഗോ അയച്ച ആൾക്കാർ അവരാണോ അത് ബെയർ ചെയ്യേണ്ടത്? അങ്ങനെയുള്ള കാര്യങ്ങൾ. അതേപോലെ കപ്പൽ വഴി സമുദ്രത്തെ മലിനീകരിക്കപ്പെട്ടാൽ അതിന് ആരാണ് ലയബിൾ, അതിന് നെക്സ്റ്റ് ആക്ഷൻ സ്റ്റെപ്പ് എന്താണ് എന്നുള്ള കാര്യം. പിന്നെ കടലിൽ ആരെങ്കിലുമൊക്കെ ആൾക്കാർ അകപ്പെട്ടു പോയാൽ അവരെ റെസ്ക്യൂ ചെയ്യുന്നത് എങ്ങനെയാണ്? അതേപോലെ കപ്പലിൽ സഞ്ചരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, കപ്പലിലെ സെയിലേഴ്സ് ഉണ്ട്, അതായത് കപ്പലിലെ ക്യാപ്റ്റൻ തൊട്ട് കപ്പലിലെ ക്രൂ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം അവരുടെ അവകാശങ്ങൾ എന്താണ്? അവർക്ക് നല്ല ഭക്ഷണത്തിനോ സേഫ്റ്റിക്കോ സാലറിയോ, അപ്പം അവരുടെ അവകാശങ്ങൾ എന്താണ്? അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ മാരിടൈം ലോയിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. ഇനി ഈ നിയമങ്ങൾ ആരാണ് ഉണ്ടാക്കുന്നത്? ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഒരു രാജ്യത്തെ നിയമമല്ല, അതുകൊണ്ട് തന്നെ രാജ്യങ്ങൾ ചേർന്നിട്ടാണ് ഈ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ കൺവെൻഷൻ എന്നോ ട്രീറ്റി എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അവിടെ യുണൈറ്റഡ് നേഷൻസ് പോലെയുള്ള ഐക്യരാഷ്ട്ര സംഘടന ഈ കാര്യങ്ങളിൽ ഒക്കെ എഗ്രിമെൻറ്റുകൾ അല്ലെങ്കിൽ ട്രീറ്റികൾ, കൺവെൻഷൻസ് ഒക്കെ ഉണ്ടാക്കാൻ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചില കാര്യങ്ങൾ ഒരു രാജ്യത്തിൻ്റെ ടെറിട്ടറിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏരിയയിലെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അതത് രാജ്യങ്ങളിലും നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഇൻ്റർനാഷണൽ കൺവെൻഷൻസിന് പുറമെ. അപ്പോൾ ഒരു ഉദാഹരണമാണ് ഇന്ത്യയിൽ അങ്ങനെ ഒരു മെർച്ചൻ്റ് ഷിപ്പിംഗ് ആക്ട് ഉണ്ട്. അപ്പം അത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ വാട്ടറിൽ ഉള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നിയമമാണ് മെർച്ചൻ്റ് ഷിപ്പിംഗ് ആക്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനിയും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കടലിലെ ഈ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തർക്കം ഉണ്ടെന്ന് വിചാരിക്കുക. ആ തർക്കം ഉണ്ടെങ്കിൽ ഏത് കോടതിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും? കപ്പലുമായിട്ട് ബന്ധപ്പെട്ട്, മാരിടൈം ലോയുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ഈ മാരിടൈം ലോയുടെ മറ്റൊരു പേരാണല്ലോ അഡ്മിറാലിറ്റി ലോ. അപ്പോൾ അതുപോലെ അഡ്മിറാലിറ്റി കോഡ്സുകൾ ഉണ്ടെന്നുള്ളതാണ്, അഡ്മിറാലിറ്റി കോടതികൾ. അപ്പോൾ അഡ്മിറാലിറ്റി കോടതികളാണ്, സ്പെഷ്യൽ കോടതികളാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്. അപ്പം ഒരു കപ്പൽ ഈ രാജ്യാന്തര നിയമങ്ങൾ ലംഘിച്ച്, മാരിടൈം ലോ ലംഘിച്ച് സഞ്ചരിക്കുകയാണെങ്കിൽ ആ കപ്പലിനെ തടഞ്ഞു നിർത്താനും അറസ്റ്റ് ചെയ്യാനും ഒക്കെയുള്ള പ്രൊവിഷൻസ് ഈ മാരിടൈം ലോയുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അതെല്ലാം ഡീൽ ചെയ്യുന്നത് ഈ അഡ്മിറാലിറ്റി കോഡ്സ് ആണ് എന്നുള്ളതും മനസ്സിലായി എന്ന് വിചാരിക്കാം. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ തന്നെ ഒരു ഐഡിയയോടുകൂടി നമുക്ക് ഈ സബ്ജക്റ്റിനെ അഭിമുഖീകരിക്കാം. നമുക്കൊരു ഉദാഹരണം നോക്കാം. ഇന്ത്യയിൽ നിന്ന് ദുബായിലേക്ക് 10 ബോക്സ് ചോക്ലേറ്റ് കയറ്റി അയക്കുകയെന്ന് വിചാരിക്കുക. 10 ബോക്സ് ചോക്ലേറ്റ്, അത് 10 ആൾക്കാരാണ് ആ 10 ബോക്സ് ചോക്ലേറ്റ് അയച്ചേക്കുന്നത്. ഒരു ബോക്സ് ഒരാളുടെയാണ്. അപ്പം അങ്ങനെ 10 പേര് ചേർന്ന് 10 ബോക്സ് എടുത്തു, ഒരു കപ്പൽ വാടകയ്ക്ക് എടുത്തിട്ട് ആ കപ്പലിൽ 10 ബോക്സ് ഇന്ത്യയിൽ നിന്ന് ദുബായിലേക്ക് കയറ്റി അയക്കുകയാണ്. അപ്പോൾ ദുബായിൽ എത്തുന്നതിന് മുമ്പ് ഒരു വലിയ സ്റ്റോം വന്നു, ഒരു കൊടുങ്കാറ്റ് വന്നിട്ട് ഈ കപ്പൽ ആടി ഉലയാനായിട്ട് തുടങ്ങി. അപ്പോൾ ഈ 10 ബോക്സ് ഉണ്ടെങ്കിൽ ഈ കപ്പൽ തന്നെ മുങ്ങിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു, കപ്പലിലെ ജോലിക്കാർ ഇതിനകത്തുനിന്ന് 2 ബോക്സ് ആർബിട്രറി ആയിട്ട് എടുത്ത് കളഞ്ഞു, കടലിലേക്ക് ഇട്ടു. അപ്പോൾ 8 ബോക്സ് ആയിട്ട് പോവുകയാണെങ്കിൽ ആ കൊടുങ്കാറ്റുണ്ടെങ്കിലും ഇത് പ്രശ്നമില്ലാതെ ദുബായിലെത്തും. ഇപ്പോൾ 2 ബോക്സ് പോയി, 2 ബോക്സ് 2 ആൾക്കാരുടെയാണ് പോയത്. എയുടെയും ബിയുടെയും 2 ബോക്സാണ് നഷ്ടപ്പെട്ടത്. പക്ഷെ ബാക്കി ഉള്ള സിയും ഡിയും ഇയും എഫും ജിയുടെയും ഒക്കെ ബോക്സുകൾ കപ്പലിലുണ്ട്. പക്ഷെ 2 ബോക്സ് പോയി, അത് ആർബിട്രറി ആയിട്ട് എടുത്ത് കപ്പലിൽ ഇട്ടതാണ്. അപ്പം ഈ നഷ്ടം ആര് സഹിക്കണം? എയും ബിയും മാത്രം സഹിച്ചാൽ മതിയോ, അതോ ആ കപ്പലിലുള്ള സിയും ഡിയും ഇയും എഫും ജിയും ഒക്കെ ഈ നഷ്ടം സഹിക്കണോ വേണ്ടയോ എന്നുള്ളതാണ് നമുക്കിവിടെ ആലോചിക്കേണ്ടത്. കാര്യം ഇത് പൊതുവായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ചേർന്ന് പോവുകയാണ്. കപ്പൽ മുങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടി 2 പേരുടേത് സാക്രിഫൈസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു നിയമമുണ്ട് മാരിടൈം ലോയിൽ. ഇവിടെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു നിയമം എന്ന് പറഞ്ഞാൽ
ലോ ഓഫ് ജനറൽ ആവറേജ് എന്നുള്ള നിയമമാണ്. ജനറൽ ആവറേജ്. അപ്പോൾ അങ്ങനെ ഇവിടെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള നിയമം എന്ന് പറയുന്നത് ജനറൽ ആവറേജ് നിയമം പറയുന്നത് ആരൊക്കെയാണോ ഗുഡ്സ് കപ്പലിൽ കയറ്റി അയച്ചത് അവരെല്ലാവരും കൂടെ ഈ നഷ്ടം ഡിവൈഡ് ചെയ്തെടുക്കണം എന്നുള്ളതാണ്. അതായത് എയും ബിയുടെയും മാത്രമായിരിക്കാം ചിലപ്പം കപ്പൽ മുങ്ങാതിരിക്കാനായിട്ട് എടുത്ത് കടലിലിട്ടത്. പക്ഷേ അവരല്ല അത് സഹിക്കേണ്ടത്. ഇത് പൊതുവായിട്ട് ജനറൽ ആവറേജ് ആണ്. ആ നഷ്ടം ഡിവൈഡ് ചെയ്തിട്ട് എല്ലാവരും കൂടെ ആ ലോസ് ഷെയർ ചെയ്യണം. ലോസ് ഷുഡ് ബി ഷെയർഡ് ബൈ എവരി വൺ ഹൂ സെൻഡ് ദ ഗുഡ്സ്. അതാണ് ജനറൽ ആവറേജ് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഒരു പർപ്പസ് യു വോണ്ട് ലൂസ് എവറിത്തിങ് ആൻഡ് ദി ലോ ഹെൽപ്സ് എവരി വൺ സ്റ്റേ ഫെയർ എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാം മുഴുവനായിട്ട് നഷ്ടപ്പെട്ടില്ല, ആർക്കും മുഴുവനായിട്ട് നഷ്ടപ്പെട്ടില്ല, പക്ഷേ എല്ലാവരും നഷ്ടം ഡിവൈഡ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്, നഷ്ടം വീതിച്ചെടുക്കുകയാണ്. അപ്പോൾ അതാണ് ലോ ഓഫ് ജനറൽ ആവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ലോ ഓഫ് ജനറൽ ആവറേജ് നമുക്ക് ആലോചിച്ച് നോക്കാവുന്നതാണ്. ഇതാണ് യഥാർത്ഥത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത്. ഒരു കപ്പലിൽ ഒരാളുടെ തന്നെ സാധനം ആയിരിക്കത്തില്ല നിറയ്ക്കുന്നത്, പല ആൾക്കാരുടെ സാധനങ്ങൾ കയറ്റിയിട്ടായിരിക്കും ഒരു കപ്പൽ എ എന്നുള്ള പോയിന്റിൽ നിന്ന് ബി എന്നുള്ള പോയിന്റിലേക്ക് എത്തുക. അപ്പോൾ അവിടെ പല ആൾക്കാരും അതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടാവാം. അപ്പം സാധനങ്ങൾ ആരുടെയെങ്കിലും കപ്പൽ മുങ്ങാതിരിക്കാനായിട്ട് എടുത്ത് പുറത്തിടേണ്ട വന്നാൽ ആ നഷ്ടം എല്ലാവരും കൂടെ ഡിവൈഡ് ചെയ്ത് എടുക്കും. അതാണ് ലോ ഓഫ് ജനറൽ ആവറേജ്. ഇനിയിപ്പം നമുക്ക് മനസ്സിലാക്കേണ്ട കുറച്ച് കീ ടേംസ് ഉണ്ട്. ആ കീ ടേംസ് ഒന്ന് നോക്കാം. പ്രധാനമായിട്ടും ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന കുറച്ച് വാക്കുകളാണ്. മാരിടൈം എന്നുള്ള വാക്ക്. മാരിടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? കടലിനോ കപ്പലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചേർത്ത് ഉപയോഗിക്കുന്ന വാക്കാണ് മാരിടൈം. റിലേറ്റഡ് ടു ദി സീ ആൻഡ് ഷിപ്സ്. അതാണ് മാരിടൈം. ഇനി ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരും ഫോളോ ചെയ്യേണ്ട റൂൾസ് ആണ് ലോ. ഷിപ്രക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഷിപ്പ് ക്രാഷ് ചെയ്യുകയോ സിങ്ക് ചെയ്യുകയോ ചെയ്യുന്നതിന്, ഒരു ഷിപ്പ് ഇടിക്കുകയോ മുങ്ങുകയോ ചെയ്യുന്നതിനെയാണ് ഷിപ്പ് റക്ക് എന്നുള്ള വാക്കുകൊണ്ട് വിളിക്കുന്നത്. പൊല്യൂഷൻ എല്ലാവർക്കും അറിയാം, മലിനീകരണം അല്ലേ? അപ്പം സമുദ്രത്തെ ഓയിൽ കൊണ്ടോ മറ്റ് വേസ്റ്റ് കൊണ്ടോ ഡേർട്ടി ആക്കപ്പെടുന്നത്, മലിനീകരിക്കുന്നതിനെയാണ് പൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഇനി സാൽവേജ് എന്നുള്ള വാക്ക്. സാൽവേജ് പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. സാൽവേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കപ്പൽ അപകടത്തിലായാൽ ആ കപ്പലിനെ മറ്റൊരു കപ്പലോ മറ്റു ആൾക്കാരോ രക്ഷിക്കുന്നതിനെയാണ് സാൽവേജ് എന്ന് പറയുന്നത്. അപ്പൊ സാൽവേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? രക്ഷിക്കുക, സേവ് ചെയ്യുക. അപ്പോൾ ഒരു അപകടത്തിൽപ്പെട്ട കപ്പലിനെ രക്ഷിക്കുന്നതിനെയാണ് സാൽവേജ് എന്ന് പറയുന്നത്. ഇനി സീ ഫെയറർ എന്ന് പറഞ്ഞാൽ എന്താണ്? സീ ഫെയറർ എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹൂ വർക്ക്സ് ഇൻ എ ഷിപ്പാണ്. ഒരു കപ്പലിൽ ജോലി ചെയ്യുന്ന ആളെയാണ് സീ ഫെയറർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രധാനമായി 6 വാക്കുകൾ പഠിച്ചു. ഈ 6 വാക്കൊന്ന് ഓർത്തിരിക്കുക. മാരിടൈം എന്ന് പറഞ്ഞാൽ കടലോ കപ്പലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ മാരിടൈം എന്ന് വിളിക്കും. ലോ എന്ന് പറഞ്ഞാൽ അറിയാം, നിയമം. ഷിപ്രക്ക് എന്ന് പറഞ്ഞാൽ കപ്പലിന് ഡാമേജ് വരിക, ക്രാഷ് ചെയ്യുക, സിങ്ക് ചെയ്യുക, അതാണ് ഷിപ്രക്ക്. പൊല്യൂഷൻ അറിയാം. സാൽവേജ് എന്ന് പറഞ്ഞാൽ ഒരു കപ്പലിനെ രക്ഷിക്കുക, മുങ്ങാൻ പോകുന്ന കപ്പലിനെ രക്ഷിക്കുക. സീ ഫെയറർ എന്ന് പറഞ്ഞാൽ കപ്പലിൽ വർക്ക് ചെയ്യുന്ന ഒരാളെയാണ് സീ ഫെയറർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്രയും ടേംസ് മനസ്സിലായാൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. മാരിടൈം ലോയുമായിട്ട് ബന്ധപ്പെട്ട ചില കീ കൺസെപ്റ്റ്സ് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു വാക്ക് ഫ്ലാഗ് സ്റ്റേറ്റ് എന്നുള്ള വാക്കാണ്. ഫ്ലാഗ് സ്റ്റേറ്റ്, പതാക സ്റ്റേറ്റ്, ഫ്ലാഗ്. അപ്പം നമ്മൾ ഈ കപ്പലുകളുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ കപ്പലുകളും ഒരു രാജ്യത്തായിരിക്കും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു കാറ് ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പോലെ ഒരു കപ്പലും ഒരു രാജ്യത്തായിരിക്കും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏത് രാജ്യത്താണോ ആ കപ്പൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ കപ്പലിൻ്റെ ഫ്ലാഗ് ആയിരിക്കും ആ കപ്പലിലുള്ളത്. അപ്പോൾ കടലിൽ കൂടെ പോകുന്ന ഓരോ കപ്പലിലും ഓരോ രാജ്യത്തിൻ്റെ ഫ്ലാഗ് ഉണ്ടായിരിക്കും. ഏത് രാജ്യത്താണോ ആ കപ്പൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ രജിസ്റ്റർ ചെയ്ത രാജ്യത്തിൻ്റെ ഫ്ലാഗ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതാണ് ആ രാജ്യത്തെയാണ് ഫ്ലാഗ് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. ഫ്ലാഗ് സ്റ്റേറ്റ്, പതാക രാജ്യം. മനസ്സിലായില്ലേ? അപ്പം ഈ ഫ്ലാഗ് സ്റ്റേറ്റിന് ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ആ ഫ്ലാഗ് സ്റ്റേറ്റിന്, കപ്പലിൻ്റെ ഉടമസ്ഥാവകാശമുള്ള രാജ്യം അല്ലെങ്കിൽ ആ കപ്പൽ ഏത് രാജ്യത്താണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ രാജ്യത്തിന് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒന്ന്, ആ കപ്പലിൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കുക, അത് ആ രാജ്യത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. 2,
ആ കപ്പലിലുള്ള ക്രൂ, കപ്പലിലുള്ള മെമ്പേഴ്സ്, അംഗങ്ങൾ, ആ കപ്പലിലെ ജോലിക്കാർ, അവര് സുരക്ഷിതരാണെന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വവും ഈ ഫ്ലാഗ് സ്റ്റേറ്റിനാണ്. അതുപോലെ തന്നെ ഈ കപ്പല് ഇന്റർനാഷണൽ നിയമങ്ങൾ അനുസരിച്ചാണ്, അന്തർദേശീയ നിയമങ്ങൾ അനുസരിച്ചാണ് സഞ്ചരിക്കുന്നതെന്ന് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വവും ഈ ഫ്ലാഗ് സ്റ്റേറ്റിനാണ്. അപ്പം ഏത് രാജ്യത്താണോ ഒരു കപ്പൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ രാജ്യത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? ചെക്കിംഗ് ദി സേഫ്റ്റി ഓഫ് ദിസ് ഷിപ്പ്, എൻഷുറിങ് ക്രൂ ഈസ് ട്രീറ്റഡ് ഫെയർലി, ഫോളോയിങ് ഇൻ്റർനാഷണൽ ലോസ്. ഈ 3 കാര്യവും അതത് ഫ്ലാഗ് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പം ഈ കപ്പല് ഒരു രാജ്യത്തിൻ്റെ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് കഴിഞ്ഞ് അത് വീണ്ടും വീണ്ടും മുമ്പോട്ട് പോയി അത് ഹൈ സീയിൽ എത്തിക്കഴിഞ്ഞാൽ, അപ്പോൾ കരയിൽ നിന്ന് ഒരുപാട് ദൂരമായിരിക്കും ഹൈ സീയിൽ എത്തുന്നത്. അപ്പം ആ കപ്പൽ അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലാഗ് സ്റ്റേറ്റിൻ്റെ നിയമങ്ങളായിരിക്കും ആ കപ്പലിൽ പ്രാവർത്തികമാക്കുക. അപ്പോൾ കപ്പലൊരു രാജ്യത്തിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് ടെറിട്ടറി പോലെയാണ്. ഒരു കപ്പലിൽ, ഹൈ സീയിലുള്ള ഒരു കപ്പൽ എവിടെയാണോ ആ കപ്പൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ രാജ്യത്തിൻ്റെ നിയമം നടപ്പാക്കുന്ന മറ്റൊരു ടെറിട്ടറി പോലെ ആയിരിക്കും ആക്ട് ചെയ്യുക. അതാണ് ഫ്ലാഗ് സ്റ്റേറ്റ്. ആ ഫ്ലാഗ് സ്റ്റേറ്റിൻ്റെ ജൂറിസ്ഡിക്ഷനും നമുക്കിപ്പോൾ മനസ്സിലായി. ഇനി അടുത്തതായിട്ട് മനസ്സിലാക്കേണ്ട കൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. ഇനിയിപ്പോൾ നമുക്ക് പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് മാരിടൈം സോൺസ്. മാരിടൈം സോൺസ് UNCLOS അനുസരിച്ചിട്ട് യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ദി ലോസ് ഓഫ് സീസ്. ഇതനുസരിച്ചിട്ട് കടലിനെ, കരയിൽ നിന്ന് കടൽ തുടങ്ങുന്നിടം തൊട്ട് മുമ്പോട്ട് പോകുന്ന ഓരോ ഭാഗത്തെയും പല ഡിവിഷൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്, പല സോണുകളായി തരംതിരിച്ചിട്ടുണ്ട്. അതിനെയാണ് മാരിടൈം സോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ മാരിടൈം ലോ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഒരു രാജ്യത്തിന് സ്വന്തമായിട്ടൊരു നിയമമില്ല. അവിടെ പല പല രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം സഹകരിച്ച് ഒരു പരസ്പര ധാരണയോടുകൂടിയുള്ള അന്തർദേശീയ നിയമങ്ങളാണുള്ളത്. ആ അന്തർദേശീയ നിയമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിയമമാണ് UNCLOS, യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ദി ലോസ് ഓഫ് സീസ്. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാന നിയമം. അതുകൊണ്ട് തന്നെ മാരിടൈം ലോയുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനായിട്ട്, ഭരണഘടനയായിട്ട് നമുക്ക് യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ദി ലോസ് ഓഫ് സീസിനെ കണക്കാക്കാം. അപ്പോൾ UNCLOS അനുസരിച്ചിട്ട് ഈ കടലിനെ പല സോണുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പം കരയുടെ ഏറ്റവും അടുത്തുള്ള 12 നോട്ടിക്കൽ മൈൽ ദൂരമുള്ള ഭാഗത്തെ ടെറിട്ടോറിയൽ സീ എന്നാണ് വിളിക്കുന്നത്. കരയിൽ നിന്ന് 12 നോട്ടിക്കൽ മൈൽ വരെയുള്ള ദൂരത്തെ ടെറിട്ടോറിയൽ സീ എന്നും, കരയിൽ നിന്ന് 24 നോട്ടിക്കൽ മൈൽ വരെയുള്ള ദൂരത്തെ കണ്ടിഗ്യസ് സോൺ എന്നും, കരയിൽ നിന്ന് 200 നോട്ടിക്കൽ മൈൽ വരെയുള്ള ദൂരത്തെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്നും വിളിക്കും. ഇപ്പോൾ ടെറിട്ടോറിയൽ സീ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 12 മീറ്റർ, ആദ്യം തൊട്ടുള്ള 24 നോട്ടിക്കൽ മൈലിനെ കണ്ടിഗ്യസ് സോൺ എന്നും, ആ കരയിൽ നിന്ന് കടൽ വരെയുള്ള 200 നോട്ടിക്കൽ മൈലിനെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് വിളിക്കും. അപ്പോൾ 12 നോട്ടിക്കൽ മൈൽ, 24 നോട്ടിക്കൽ മൈൽ, 200 നോട്ടിക്കൽ മൈൽ. അപ്പോൾ ഇതെല്ലാം കരയിൽ നിന്നാണ് അളക്കുന്നത്. അപ്പോൾ 200 നോട്ടിക്കൽ മൈൽ കഴിഞ്ഞിട്ടുള്ള ഏരിയയാണ് ഹൈ സീ എന്ന് വിളിക്കുന്നത്, ഹൈ സീസ്. അപ്പോൾ ഹൈ സീസിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കപ്പൽ പിന്നെ ഫ്ലാഗ് സ്റ്റേറ്റിലെ നിയമങ്ങൾ മാത്രമായിരിക്കും ആപ്ലിക്കബിൾ ആവുക. എന്നാൽ ടെറിട്ടോറിയൽ സീയിൽ 12 നോട്ടിക്കൽ മൈൽ വരെയുള്ള സ്ഥലത്ത് നിൽക്കുമ്പോൾ അത് ഏത് രാജ്യത്തെ ടെറിട്ടോറിയൽ സീ ആണ് ആ രാജ്യത്തെ നിയമമായിരിക്കും ആ കപ്പലിൽ ആപ്ലിക്കബിൾ ആവുക. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വയ്ക്കണം. അപ്പോൾ ഈ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ വരെ ഈ ഏത് രാജ്യത്തിൻ്റെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ആണോ ആ രാജ്യത്തെ നിയമങ്ങളായിരിക്കും ഓയിൽ, റിസോഴ്സസ് പോലെയുള്ള കാര്യങ്ങളിൽ ആപ്ലിക്കബിൾ ആവുക. ഹൈ സീയിൽ എത്തിക്കഴിയുമ്പോൾ അതൊരു കോമൺ ഏരിയ ആണ്. അവിടെ ജൂറിസ്ഡിക്ഷൻ ആ കപ്പലിൻ്റെ ഫ്ലാഗ് സ്റ്റേറ്റിൻ്റെ ജൂറിസ്ഡിക്ഷൻ ആയിരിക്കും ഹൈ സീയിൽ ഉണ്ടാവുക. അപ്പോൾ മാരിടൈം സോൺസും ജൂറിസ്ഡിക്ഷനും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഇനിയിപ്പോൾ നമുക്കതൊന്ന് കണ്ടു നോക്കാം. ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 12 നോട്ടിക്കൽ മൈൽ വരെയാണ് ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്ന് പറയുന്നത്. ടെറിട്ടോറിയൽ സീ എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ടെറിട്ടോറിയൽ സോൺ എന്ന് പറയാറുണ്ട്. അപ്പോൾ ടെറിട്ടോറിയൽ വാട്ടേഴ്സിൽ കോസ്റ്റൽ കൺട്രിക്ക് ഫുൾ കൺട്രോളാണ്. ആ
കോസ്റ്റൽ കൺട്രിക്ക് ഫുൾ കൺട്രോളുള്ള ഏരിയയാണ് ടെറിറ്റോറിയൽ വാട്ടേഴ്സ്. കണ്ടിഗസ് സോൺ എന്ന് പറഞ്ഞാൽ 24 നോട്ടിക്കൽ മൈൽ വരും. അവിടെ കോസ്റ്റൽ കൺട്രിക്ക് ഒരു പാർഷ്യൽ കൺട്രോൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉദാഹരണത്തിന് കസ്റ്റംസ്, സെക്യൂരിറ്റി പോലെയുള്ള കാര്യങ്ങളിൽ ഒരു പാർഷ്യൽ കൺട്രോളാണ് അവിടെ ഉള്ളത്. ഇനി എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് പറഞ്ഞാൽ 200 നോട്ടിക്കൽ മൈൽ വരെയാണ്. അവിടെ സീ റിസോഴ്സസിലാണ് കോസ്റ്റൽ കൺട്രിക്ക് കൺട്രോൾ. ഫിഷ്, ഓയിൽ തുടങ്ങിയ റിസോഴ്സസിൽ കോസ്റ്റൽ കൺട്രിക്ക് കൺട്രോളുണ്ട് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ. ഹൈ സീയിൽ 200 നോട്ടിക്കൽ മൈലിന് ശേഷമുള്ള കടലിനെയാണ് ഹൈ സീ എന്ന് വിളിക്കുന്നത്. അവിടെ അത് ഒരു കൺട്രിയും ഓൺ ചെയ്യുന്നില്ല. അവിടെ ഇൻ്റർനാഷണൽ നിയമങ്ങളാണ് ഹൈ സീയിൽ ഉണ്ടാവുക. ഇപ്പോൾ മാരിടൈം സോൺസും ജൂറിസ്ഡിക്ഷനും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇൻ്റർനാഷണൽ കൺവെൻഷൻസ് ആണ്. ഇൻ്റർനാഷണൽ കൺവെൻഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഗ്രിമെൻ്റ് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ധാരണകളാണ്, ഒരു സമ്മതപത്രങ്ങളാണ്. അപ്പം ആ എഗ്രിമെൻറ്റ്, ഇൻ്റർനാഷണൽ കൺവെൻഷൻ, ഇൻ്റർനാഷണൽ എഗ്രിമെൻറ്റുകൾ എന്തൊക്കെയാണ് അറിയേണ്ടത്? പ്രധാനമായും 6 അല്ലെങ്കിൽ ഒരു 5-6 ഇൻ്റർനാഷണൽ എഗ്രിമെൻറ്റുകൾ നമ്മൾ പഠിച്ചിരിക്കണം. UNCLOS, മാർപോൾ, സോളാസ്, MLC, കോൾറെക്സ്, ഇങ്ങനെയുള്ള കുറച്ച് എഗ്രിമെൻറ്റുകളാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇനിയുള്ള ഡീറ്റെയിൽ ക്ലാസ്സുകളിൽ ഇതിൽ ഓരോന്നും കാണുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോയാൽ മതി. UN കൺവെൻഷൻ ഓൺ ദി ലോസ് ഓഫ് സീസ്, UNCLOS എന്തുമായിട്ട് ബന്ധപ്പെട്ട് കൺവെൻഷൻ ഓൺ ദി ലോസ് ഓഫ് സീ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിയമം. UNCLOS മാരിടൈം ലോ പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിയും നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ടതാണ് UNCLOS. അപ്പോൾ UNCLOSൽ കടലിൻ്റെ ബോർഡറുകൾ, ഫിഷിങ്, ഷിപ്പിങ്, നമ്മൾ ഈ മാരിടൈം സോൺസ് ഒക്കെ പഠിച്ചില്ല, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട നിയമങ്ങളാണ് യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ദി ലോസ് ഓഫ് സീസ്. അപ്പോൾ മീൻപിടുത്തവുമായിട്ട് ബന്ധപ്പെട്ട്, ഷിപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്, ബോർഡറുകളുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയുള്ള തർക്കങ്ങളൊക്കെ വരുവാണെങ്കിൽ UNCLOS അനുസരിച്ചിട്ടാണ് ആ കാര്യങ്ങളെല്ലാം പരിഹരിക്കുന്നത്. മാർപോൾ എന്ന് പറഞ്ഞാൽ മറൈൻ പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട കൺവെൻഷനാണ്. മറൈൻ പൊല്യൂഷൻ, അപ്പം കപ്പലുകളിൽ നിന്നുള്ള പൊല്യൂഷൻ തടയാനുള്ള നിയമമാണ് മാർപോൾ. മറൈൻ പൊല്യൂഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട എഗ്രിമെൻ്റ് ആണ് മാർപോൾ. ഇനിയും സോളാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സേഫ്റ്റി ഓഫ് ലൈഫ് അറ്റ് സീ ആണ്. അപ്പം കടലിൽ ലൈഫ്, ജീവനുമായിട്ട് ബന്ധപ്പെട്ട, സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം എന്നുള്ള എഗ്രിമെൻ്റ് ആണ് സോളാസ്. സേഫ്റ്റി ഓഫ് ലൈഫ് അറ്റ് സീ, സേഫ്റ്റി ഓഫ് ലൈഫ് അറ്റ് സീ എന്നുള്ള എഗ്രിമെൻറ്റിൻ്റെ അകത്ത് ലൈഫ് ജാക്കറ്റുകൾ വേണം, ഫയർ കൺട്രോൾ മെക്കാനിസംസ് വേണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് സോളാസ് എഗ്രിമെൻറ്റിനകത്ത് വരുന്നത്. ഇനിയും MLC എന്ന് പറഞ്ഞാൽ എന്താണ്? ലേബർ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട കൺവെൻഷനാണ്. മറൈൻ ലേബർ കൺവെൻഷനാണ് MLC. അപ്പം കപ്പലിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, സെയിലേഴ്സ്, പലതരത്തിലുള്ള ആൾക്കാരുണ്ട്, കപ്പൽ ജോലിക്കാർ. അപ്പോൾ അവർക്ക് ഉള്ള ശമ്പളം, ഭക്ഷണം, മെഡിക്കൽ കെയർ, അവരുടെ അവകാശങ്ങൾ, അതാണ് MLC കൈകാര്യം ചെയ്യുന്നത്. മറൈൻ ലേബർ കൺവെൻഷനാണ് MLC. ഇനി കോൾറെക്സ് എന്ന് പറഞ്ഞാൽ കൊല്യൂഷൻ്റെ റെഗുലേഷൻസ് ആണ് കോൾറെക്സ്. കൊല്യൂഷൻ റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ കപ്പലുകൾ തമ്മിൽ കൊളൈഡ് ചെയ്ത് കപ്പലുകൾ നശിക്കാതിരിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതാണ് കോൾറെക്സിൽ വരുന്നത് കൊല്യൂഷൻ റെഗുലേഷൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രധാന ഇൻ്റർനാഷണൽ കൺവെൻഷൻസ് ആണ്. UNCLOS, മാർപോൾ, സോളാസ്, MLC, കോൾറെക്സ്. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മാരിടൈം ലോയുമായിട്ട് ബന്ധപ്പെട്ട ഇൻ്റർനാഷണൽ നിയമങ്ങളാണ്, ധാരണകളാണ്, സമ്മതപത്രങ്ങളാണ്. ഇൻ്റർനാഷണൽ കൺവെൻഷൻസ് പഠിച്ചിരിക്കണം. ഇനിയിപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഷിപ്പ് കോൺട്രാക്റ്റുകളാണ്. അപ്പം നമ്മൾ ഈ ഷിപ്പ് കോൺട്രാക്റ്റുകൾ എന്ന് പറയുമ്പോൾ നമ്മളൊരു ബസ് വാടകയ്ക്ക് എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട, ഒരു ടൂറിസ്റ്റ് ബസ് വാടകയ്ക്ക് എടുക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു ലോറി വാടകയ്ക്ക് എടുക്കുന്നത് പോലെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ആലോചിക്കാം. ഒരു ടാക്സി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് പോലെ, ഒരു ടാക്സി എടുക്കുന്നത് പോലെ, ഒരു റെൻ്റേ കാർ എടുക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു ലോറി എടുക്കുന്നത് പോലെ, ബസ് എടുക്കുന്നത് പോലെയൊക്കെ നമുക്കൊരു കപ്പലുമായിട്ട് സഞ്ചരിക്കുന്ന കാര്യങ്ങളൊന്നും താരതമ്യപ്പെടുത്തിയാൽ പെട്ടെന്ന് മനസ്സിലാക്കും. അപ്പോൾ അങ്ങനെയുള്ള കരാറുകളാണ്. അപ്പോൾ ഒരു കരാറ്, റിട്ടേൺ ആയിട്ടുള്ള കരാറ് എഴുതിയിട്ട് തന്നെയായിരിക്കും പലപ്പോഴും ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഷിപ്പ് കോൺട്രാക്റ്റുകളെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് 2 കാര്യങ്ങൾ പഠിക്കണം. എക്സാമിൻ്റെ പെർസ്പെക്റ്റീവിലും ചോദിക്കാനുള്ളതാണ്. ഒന്ന്, ചാർട്ടർ പാർട്ടി എന്ന് പറഞ്ഞ കൺസെപ്റ്റും ബിൽ ഓഫ് ലേഡിങ് എന്ന് പറയുന്ന കൺസെപ്റ്റും. ചാർട്ടർ പാർട്ടിയും ബിൽ ഓഫ് ലേഡിങ്ങും, അപ്പം ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. ചാർട്ടർ പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ചാർട്ടർ പാർട്ടി എന്ന് പറഞ്ഞാൽ an agreement between a ship owner and a company to rent the ship for goods transport ആണ്.
അപ്പോൾ ഒരു കപ്പൽ വാടകയ്ക്ക് എടുക്കുകയാണ്. കപ്പൽ വാടകയ്ക്ക് എടുക്കുന്ന ആ എഗ്രിമെൻറ്റിനെ വിളിക്കുന്ന പേരാണ് ചാർട്ടർ പാർട്ടി. അപ്പോൾ കപ്പൽ വാടകയ്ക്ക് എടുക്കുമ്പോൾ കപ്പലിനൊരു മുതലാളി ഉണ്ടാവും. കപ്പലിൻ്റെ മുതലാളി ആയിട്ടൊരാളുടെ കയ്യിൽ നിന്ന് കപ്പലിനെ വാടകയ്ക്ക് എടുക്കുകയാണ് ചരക്ക് കയറ്റിക്കൊണ്ട് പോകാനായിട്ട്. ആ എഗ്രിമെൻറ്റിനെ, ആ കരാറിനെ വിളിക്കുന്ന പേരാണ് ചാർട്ടർ പാർട്ടി. അപ്പം ഗുഡ്സ് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഈ കപ്പലിനെ വാടകയ്ക്ക് എടുക്കുന്നത്. അപ്പോൾ അത് തന്നെ പ്രധാനമായും 3 തരത്തിലുള്ള ചാർട്ടർ പാർട്ടിയുണ്ട്. കപ്പൽ വാടകയ്ക്ക് എടുക്കുന്ന കാര്യം 3 തരത്തിലെടുക്കാം. വോയേജ് ചാർട്ടർ എടുക്കാം, ടൈം ചാർട്ടർ എടുക്കാം, ബെയർ ബോട്ട് ചാർട്ടർ എടുക്കാം. വോയേജ് ചാർട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു യാത്രയ്ക്ക് വേണ്ടി ഒരു കപ്പലിനെ എടുക്കണം. ഒരു പർപ്പസിന് വേണ്ടിയാണ്, ഒരു യാത്രയാണ്, വോയേജ് ആണ്. അമേരിക്ക തൊട്ട് ഇംഗ്ലണ്ട് വരെ സാധനങ്ങൾ കൊണ്ടുപോവുക എന്നുള്ള ആ ഒരു വോയേജ്, ഒരു യാത്ര കണക്കാക്കിയിട്ട് ആ ഒരു യാത്രയ്ക്ക് വേണ്ടി എടുക്കുന്നതിനെയാണ് വോയേജ് ചാർട്ടർ എന്ന് പറയുന്നത്. എന്നാൽ കുറച്ച് സമയത്തേക്ക് കപ്പൽ വേണം, കുറച്ച് സമയത്തേക്ക് മാത്രം മതി, ഒരു മാസത്തേക്ക് കപ്പൽ വാടകയ്ക്ക് വേണം, അങ്ങനെയാണെങ്കിൽ അതിനെ ടൈം ചാർട്ടർ എന്നാണ് പറയുക. അതാണ് ടൈം ചാർട്ടർ. ഇനി ബെയർ ബോട്ട് ചാർട്ടർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇതല്ലാതെ ഒരു റെൻ്റേ കാർ നമ്മൾ കണ്ടിട്ടില്ലേ, കുറച്ച് കാലത്തേക്ക് ഒരു വണ്ടിയെ റെൻറ്റിന് എടുക്കുകയാണ് എന്ന് പറയുന്നത് പോലെയുള്ളൊരു കൺസെപ്റ്റാണ് ബെയർ ബോട്ട് ചാർട്ടർ എന്ന് പറഞ്ഞാൽ. ബെയർ ബോട്ട് ചാർട്ടർ എന്ന് പറഞ്ഞാൽ ഒരു റെൻറ്റിന്, ഒരു വാടകയ്ക്ക് കപ്പൽ മൊത്തത്തിൽ അങ്ങ് എടുക്കുകയാണ്. അതിനകത്തൊരു ഡ്യൂറേഷനോ അല്ലെങ്കിൽ എന്ത് പർപ്പസിനാണെന്നോ ഒന്നും പറയുന്നില്ല. മൊത്തത്തിൽ ആ കപ്പൽ അങ്ങ് എടുക്കുന്നത് പോലെയാണ്, റെൻ്റ് ആൻഡ് ലീസിന് എടുക്കുന്നത് പോലെയാണ്. അതാണ് ബെയർ ബോട്ട് ചാർട്ടർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ കപ്പലിൻ്റെ ഒരു ഉടമസ്ഥാവകാശം ഒരു ലീസ് എഗ്രിമെൻ്റ് അനുസരിച്ചിട്ട് വേറൊരാളുടെ കയ്യിൽ കപ്പലിൻ്റെ പൊസഷൻ മറ്റൊരാൾ ഏറ്റെടുക്കുന്നത് പോലെയാണ്. അതാണ് ബെയർ ബോട്ട് ചാർട്ടർ. അപ്പോൾ ചാർട്ടർ പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? കപ്പൽ വാടകയ്ക്ക് എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട എഗ്രിമെൻറ്റുകളാണ്. അതിൽ പലതരത്തിലുണ്ട്. വോയേജ് ചാർട്ടറുണ്ട്, ടൈം ചാർട്ടറുണ്ട്, ബെയർ ബോട്ട് ചാർട്ടറുണ്ട്. ഇനി ബിൽ ഓഫ് ലേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിൽ ഓഫ് ലേഡിംഗ് എന്ന് പറഞ്ഞാൽ എ ഡോക്യുമെൻ്റ് ഇഷ്യൂഡ് ബൈ ദി ഷിപ്പ് ഓണറാണ്. ഷിപ്പ് ഓണർ ഇഷ്യൂ ചെയ്യുന്ന, കപ്പലിൻ്റെ ഉടമസ്ഥൻ ഇഷ്യൂ ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റാണ് ബിൽ ഓഫ് ലേഡിംഗ്. അപ്പം ആ ആള് ഇഷ്യൂ ചെയ്യുകയാണ്. ആർക്ക്? ഗുഡ്സ് കപ്പലിലേക്ക് കയറ്റുകയാണ്, അല്ലേ? കപ്പൽ ഇവിടെ നിൽക്കുകയാണ്, കപ്പലിലേക്ക് ഗുഡ്സ് കയറ്റുകയാണ്. അപ്പോൾ കപ്പലിലേക്ക് ഗുഡ്സ് കയറ്റിയ ആൾക്ക് അല്ലെങ്കിൽ ഗുഡ്സിൻ്റെ ഉടമസ്ഥന് കപ്പലിൻ്റെ ഉടമസ്ഥന് കൊടുക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് ബിൽ ഓഫ് ലേഡിംഗ്. അപ്പോൾ അതൊരു കോൺട്രാക്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷനാണ്. ഇതൊരു ഡോക്യുമെൻ്റ് ടൈറ്റിലുമാണ്. ആരാണ് ഗുഡ്സ് ഓൺ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഡോക്യുമെൻ്റ് ടൈറ്റിലും കൂടെയാണ് ബിൽ ഓഫ് ലേഡിംഗ്. അപ്പം ഒരു ഗുഡ്സ് കൊണ്ടുവന്നിട്ട് ഗുഡ്സ് കപ്പലിലേക്ക് ലോഡ് ചെയ്യുകയാണ്. അപ്പം കപ്പലിൻ്റെ മുതലാളി ഈ ഗുഡ്സിൻ്റെ മുതലാളിക്ക് കൊടുക്കുന്ന ഒരു രേഖയാണ് ബിൽ ഓഫ് ലേഡിംഗ്. അപ്പം ഗുഡ്സ് കിട്ടി എന്നുള്ളതിൻ്റെ ഒരു റെസിപ്റ്റുമാണ്, ഇവരുടെ കരാറിൻ്റെ ഒരു ധാരണയുമാണ്, അതേപോലെ അവിടെ ഒരു ഡോക്യുമെൻ്റ് ടൈറ്റിലുമാണ്. അപ്പം ഇപ്പോൾ ഇതിനകത്ത് ചാർട്ടർ പാർട്ടി എന്ന് പറഞ്ഞാൽ കപ്പൽ വാടകയ്ക്ക് എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും ബിൽ ഓഫ് ലേഡിംഗ് ഗുഡ്സ് കയറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ധാരണയുമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പം ബിൽ ഓഫ് ലേഡിംഗ് ഒരു കോൺട്രാക്റ്റാണ്, ആ ഡോക്യുമെൻ്റ് ഒരു കോൺട്രാക്റ്റ് പോലെ ആക്ട് ചെയ്യുകയും ചെയ്യും. അപ്പം ഷിപ്പ് കോൺട്രാക്റ്റുകളിൽ ചാർട്ടർ പാർട്ടിയും ബിൽ ഓഫ് ലേഡിങ്ങും നിർബന്ധമായിട്ടും മനസ്സിലാക്കിയിരിക്കുക. ഇനിയും നമുക്ക് മനസ്സിലാക്കേണ്ട കൺസെപ്റ്റ് മാരിടൈം ലോയുമായിട്ട് ബന്ധപ്പെട്ട് മറൈൻ പൊല്യൂഷനും അതിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ മറൈൻ പൊല്യൂഷൻ, മാർപോൾ കൺവെൻഷനൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടാണ്, അല്ലേ? അപ്പം ഓയിൽ സ്പിൽസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഡംപിങ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പം പലപ്പോഴും വാർത്തയിൽ വരാറുണ്ട്. കപ്പലിലെ എണ്ണ ചോർച്ച അല്ലെങ്കിൽ കപ്പലിൽ നിന്നുള്ള പ്ലാസ്റ്റിക് പൊല്യൂഷൻ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെ അധികം നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട്, പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കപ്പലുകളും മാർപോൾ റൂൾസ് അനുസരിച്ച് വേണം കടലിലൂടെ യാത്ര ചെയ്യാൻ. സമുദ്രത്തെ മലിനീകരിക്കാൻ പാടില്ല. അപ്പോൾ ഈ മാർപോൾ റൂൾസ് ബ്രേക്ക് ചെയ്താൽ കോസ്റ്റൽ സ്റ്റേറ്റിനോ അല്ലെങ്കിൽ പോർട്ട് സ്റ്റേറ്റിനോ ഫൈൻ ചെയ്യാനോ ഷിപ്പിനെ അറസ്റ്റ് ചെയ്യാനോ ഉള്ള അധികാരമുണ്ട്. അപ്പം പോർട്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കപ്പൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ചില പോർട്ടുകളിൽ കപ്പൽ അടുക്കാറുണ്ട്. കോസ്റ്റൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഈ കപ്പൽ ഏത് കോസ്റ്റൽ ഏരിയയുടെ അടുത്താണോ ഉള്ളത് അതാണ് കോസ്റ്റൽ സ്റ്റേറ്റ്. അപ്പോൾ ഈ പോർട്ട് സ്റ്റേറ്റിനോ കോസ്റ്റൽ സ്റ്റേറ്റുകൾക്കോ കടലിനെ പൊല്യൂട്ട് ചെയ്യുന്ന കപ്പലിനെ അറസ്റ്റ് ചെയ്യാനായിട്ടോ കപ്പലിൻ്റെ യാത്രയെ തടസ്സപ്പെടുത്താനായിട്ടുള്ള അധികാരമുണ്ട്. കാര്യം മാർപോൾ റൂൾസ് അനുസരിച്ച് മാത്രമേ കപ്പൽ സഞ്ചരിക്കാൻ പാടുള്ളൂ. അതാണ് മറൈൻ പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും അടിസ്ഥാനപരമായി മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം.
ഇനി നമുക്ക് സാൽവേജും റെസ്ക്യൂവും നമുക്കൊന്ന് പഠിക്കാം. സാൽവേജ് എന്ന് പറഞ്ഞാൽ കപ്പലിനെ രക്ഷിക്കുകയാണ്, മുങ്ങാൻ പോകുന്ന കപ്പലിനെ രക്ഷിക്കുകയാണ്, അല്ലെ കപ്പലിലെ ആൾക്കാരെ രക്ഷിക്കുകയാണ്, അല്ലെ കപ്പലിലെ ഗുഡ്സിനെ രക്ഷിക്കുകയാണ്. അതാണ് സാൽവേജ് എന്ന് പറഞ്ഞാൽ. ഇഫ് എ ഷിപ്പ് ഈസ് സിങ്കിങ് ഓർ ഇൻ ഡേഞ്ചർ അനദർ ഷിപ്പ് ക്യാൻ സാൽവേജ് ഇറ്റ്. ഒരു കപ്പൽ മുങ്ങാൻ പോവുകയാണെങ്കിലോ അല്ലെ കപ്പൽ അപകടത്തിലാണെങ്കിലോ മറ്റൊരു കപ്പലിന് ആ കപ്പലിനെ രക്ഷിക്കാനായിട്ട് പറ്റും. സാൽവേജ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഹെൽപ്പിംഗ് ഫോർ എ റിവാർഡാണ്. ഒരു പ്രതിഫലത്തിന് വേണ്ടി മറ്റൊരു കപ്പലിനെ രക്ഷിക്കുന്നതിനാണ് സാൽവേജ് എന്ന് പറഞ്ഞത്. വെറുതെ അല്ല, ദേ ആർ എക്സ്പെക്ടിങ് എ റിവാർഡ്. സാൽവേജ് ഈസ് ഹെൽപ്പിംഗ് ഫോർ എ റിവാർഡാണ്. അപ്പം ദി പേഴ്സൺ ഹൂ സേവ്സ് ദി ഷിപ്പ് മേ ബി പെയ്ഡ് അണ്ടർ ഇന്റർനാഷണൽ റൂൾസ് ആണ്. അപ്പം ഒരു കപ്പൽ മുങ്ങാൻ പോകുന്ന കപ്പലിനെയോ അല്ല അപകടത്തിൽപ്പെട്ടുന്ന ഒരു കപ്പലിനെ രക്ഷിക്കാൻ ഒരാൾ വരുന്നുണ്ടെങ്കിൽ അയാൾ ഒരു പ്രതിഫലം പ്രതീക്ഷിച്ചാണ് വരുന്നത്. അതിനെയാണ് സാൽവേജ് എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പേയ്മെൻറ്റ് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് പറയുന്ന എഗ്രിമെൻറ്റിനെയാണ് സാൽവേജ് കൺവെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സാൽവേജ് കൺവെൻഷൻ ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ദി പേഴ്സൺ ഹൂ സേവ്സ് ദി ഷിപ്പ് മേ ബി പെയ്ഡ് അണ്ടർ ഇൻ്റർനാഷണൽ റൂൾസ്. അതാണ് സാൽവേജ് കൺവെൻഷൻ. ഇനി ക്രൂവിൻ്റെ വെൽഫെയറും റൈറ്റ്സും. ക്രൂവിൻ്റെ വെൽഫെയറും റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ കപ്പലിലെ ജോലിക്കാരുടെ വെൽഫെയറും അവരുടെ അവകാശങ്ങളും എന്തൊക്കെയാണ്. അപ്പോൾ കപ്പലിൽ ജോലി ചെയ്യുന്ന അവരെ വിളിക്കുന്ന പേരാണ് സീഫെയറർ. അപ്പോൾ സീഫെയറേഴ്സ് ഓഫൺ വർക്ക് ഫോർ മന്ത്സ് ഇൻ ടഫ് കണ്ടീഷൻസ്. കപ്പലിൽ മാസങ്ങളോളം കപ്പൽ ജോലിക്കാർ ജോലി ചെയ്യും, നമുക്കറിയാം. അപ്പോൾ അവരുടെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എഗ്രിമെൻ്റ് എന്താ നമ്മൾ കണ്ടു. മാരിടൈം ലേബർ കൺവെൻഷൻ, MLC മാരിടൈം ലേബർ കൺവെൻഷനാണ് സീഫെയറേഴ്സിൻ്റെ സാലറി, അവരുടെ ഫുഡ്, മെഡിക്കൽ കണ്ടീഷൻസ്, ഇതൊക്കെ പറയുന്ന കൺവെൻഷൻ എഗ്രിമെൻ്റ് ആണ് മാരിടൈം ലേബർ കൺവെൻഷൻ. മാരിടൈം ലേബർ കൺവെൻഷൻ എൻഷ്യൂർസ് പ്രോപ്പർ റെസ്റ്റ് ആൻഡ് വർക്ക് അവേഴ്സ്, ഗുഡ് ഫുഡ് ആൻഡ് ക്ലീൻ അക്കോമഡേഷൻ, മെഡിക്കൽ ഹെൽപ്പ് ആൻഡ് പേയ്മെൻറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, റെസ്റ്റ്, വർക്കിംഗ് അവേഴ്സ്, ഫുഡ്, അക്കോമഡേഷൻ, മെഡിക്കൽ ഹെൽപ്പ്, പേയ്മെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എൻഷുർ ചെയ്യണമെന്ന് പറയുന്ന എഗ്രിമെൻ്റ് ആണ് മാരിടൈം ലേബർ കൺവെൻഷൻ, MLC. ഇനി നമുക്ക് ഒരു എക്സാമ്പിളൂടെ നമുക്ക് നോക്കിയേക്കാം. അതായത് ഒരു ഷിപ്പ് ഇന്ത്യയിൽ നിന്ന് ആഫ്രിക്കയിലേക്ക് ഗുഡ്സ് കൊണ്ടുപോവുകയാണ്. ഇമാജിൻ എ ഷിപ്പ് ക്യാരിങ് ഗുഡ്സ് ഫ്രം ഇന്ത്യ ടു ആഫ്രിക്ക. അപ്പം പോകുന്ന വഴിക്ക് ഒരു കൊടുങ്കാറ്റിൽ പെട്ടു. അതുകൊണ്ട് കുറച്ച് ഗുഡ്സ് എന്ത് ചെയ്യണം, കടലിലേക്ക് എറിയേണ്ട വന്നു. ഷിപ്പ് മുങ്ങാതിരിക്കാൻ വേണ്ടി കുറച്ചെണ്ണം എറിയേണ്ട വന്നു. അപ്പം അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ഗുഡ്സ് നഷ്ടപ്പെട്ടു, ബാക്കിയുള്ള ഗുഡ് സേവ് ചെയ്തു. അങ്ങനെ വരുന്ന സമയത്ത് കുറച്ച് പേർക്ക് നഷ്ടം സംഭവിച്ചല്ലോ. ഈ ഗുഡ്സ് കുറേ ആൾക്കാരുടെ ആയിരിക്കും, അപ്പം കുറച്ച് ഗുഡ് നഷ്ടപ്പെട്ടു. പക്ഷെ ബാക്കിയുള്ളവരുടെ ഗുഡ്സ് സേവ് ചെയ്യാനും പറ്റി. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. അവിടെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്താണ്? ലോ ഓഫ് ജനറൽ ആവറേജ്. ജനറൽ ആവറേജ് കൺസെപ്റ്റിൽ നഷ്ടം വീതിച്ചെടുക്കണം എന്നുള്ളതാണ് ജനറൽ ആവറേജിൽ പറയുന്നത്. പിന്നെ ഒരു കപ്പലിനെ രക്ഷിക്കാൻ വേറൊരു കപ്പൽ വരുന്നുണ്ട്, പ്രതിഫലം പ്രതീക്ഷിച്ചിട്ട്, അവിടെയാണ് സാൽവേജ് എന്നുള്ള കൺസെപ്റ്റ്. ഇനിയും ഓയിൽ ഒരു കപ്പലിൽ നിന്ന് കടലിലേക്ക് ലീക്ക് ചെയ്താൽ അത് വൃത്തിയാക്കേണ്ട ഉത്തരവാദിത്വം ആ കപ്പലിൻ്റെ ഓണർക്കാണ്. കപ്പലിൻ്റെ ഉടമസ്ഥനാണ് കടൽ ക്ലീൻ ആക്കുകയും അതിൻ്റെ കോമ്പൻസേഷൻ കൊടുക്കുകയും എന്നുള്ളത്. അത് പറയുന്നത് മാർപോളാണ്. മാർപോളും ഇന്ത്യൻ നിയമങ്ങളും അത് പറയുന്നുണ്ട്. മറൈൻ പൊല്യൂഷൻ്റെ നിയമങ്ങളാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട കൺവെൻഷനാണ് മാർപോൾ. മാർപോൾ പറയുന്നത് ഒരു കപ്പലിൽ നിന്നുള്ള പൊല്യൂഷൻ, ഓയിൽ പൊല്യൂഷൻ കടലിലേക്ക് വന്നാൽ ആ ഷിപ്പ് ഓണർ ആ പൊല്യൂഷൻ മാറ്റി കൊടുക്കുകയും അതിൻ്റെ കോമ്പൻസേഷൻ കൊടുക്കുകയും വേണമെന്ന് പറയുന്ന കൺവെൻഷനാണ് മാർപോൾ കൺവെൻഷൻ. അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ കൺസെപ്റ്റാണ് നമുക്കൊന്ന് പഠിച്ചതെന്ന് ഒന്നുകൂടെ ഒന്ന് നോക്കിയേക്കാം. മാരിടൈം ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? റൂൾസ് ഫോർ ഷിപ്സ്, ഓഷ്യൻ, സെയിലേഴ്സ്, സീ ട്രേഡ് ആണ് മാരിടൈം ലോ. ഇപ്പോൾ കപ്പലുകൾക്ക്, സമുദ്രങ്ങൾക്ക്, കപ്പലിൽ യാത്ര ചെയ്യുന്നവർക്ക്, കപ്പലിൻ്റെ ട്രേഡ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളും ചേർത്തിട്ട് വിളിക്കുന്ന പേരാണ് മാരിടൈം ലോ. മാരിടൈം ലോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമമാണ് UNCLOS, യുണൈറ്റഡ് കൺവെൻഷൻ ഓൺ ദി ലോസ് ഓഫ് സീസ്. അപ്പോൾ അവിടെ ആണ് കടലിൻ്റെ അതിർത്തികളും കടൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളും മാരിടൈം സോൺസും ആ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും കടലിലെ പ്രധാന നിയമം. മാരിടൈം ലോയിലെ ഏറ്റവും പ്രധാന നിയമമാണ് UNCLOS. ഫ്ലാഗ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ദി കൺട്രി വെയർ ദി ഷിപ്പ് ഈസ് രജിസ്റ്റേർഡ്. ഒരു കപ്പലിൽ ഏത് രാജ്യത്തിൻ്റെ ഫ്ലാഗ് ആണോ ഉള്ളത് അതാണ് ഫ്ലാഗ് സ്റ്റേറ്റ്. പൊല്യൂഷൻ ലോ എന്ന് പറഞ്ഞാൽ മറൈൻ പൊല്യൂഷൻ, മാർപോൾ, അതാണ് മറൈൻ പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം നോ ഓയിൽ, ഗാർബേജ് ഓർ സീവേജ് ഇൻ ടു ദി സീ. കടലിലേക്ക് ഒന്നും ഒഴുക്കാൻ പാടില്ല. സീവേജ് ഒഴുക്കാൻ പാടില്ല, ഓയിൽ ഒഴുക്കാൻ പാടില്ല, പ്ലാസ്റ്റിക് പൊല്യൂഷൻ ഒന്നും പാടില്ല. അതാണ് പൊല്യൂഷൻ ലോ.
ബിൽ ഓഫ് ലേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുഡ്സ് കപ്പലിലേക്ക് കയറ്റി കഴിയുമ്പോൾ കപ്പലിൻ്റെ മുതലാളി ഗുഡ്സിൻ്റെ മുതലാളിക്ക് കൊടുക്കുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് ബിൽ ഓഫ് ലേഡിംഗ്. എ റെസിപ്റ്റ് ആൻഡ് ഓണർഷിപ്പ് ഡോക്യുമെൻറ്റ് ഫോർ ഗുഡ്സ്, അതാണ് ബിൽ ഓഫ് ലേഡിംഗ്. സാൽവേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കപ്പൽ രക്ഷിക്കാൻ വേണ്ടി വേറൊരു കപ്പൽ വരികയാണ്, ഫോർ എ റിവാർഡ്. ഹെൽപ്പിംഗ് എ ഷിപ്പ് ഇൻ ഡേഞ്ചർ ഫോർ എ റിവാർഡ്, അതാണ് സാൽവേജ്. ഇനി MLC, മാരിടൈം ലേബർ കൺവെൻഷൻ. അപ്പോൾ മാരിടൈം ലേബർ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കപ്പലിലെ ജോലിക്കാരുടെ അവകാശങ്ങളെ പറ്റി പറയുന്നതാണ്. മാരിടൈം ലേബർ കൺവെൻഷനാണ്. റൈറ്റ്സ് ഓഫ് ക്രൂ വർക്കിംഗ് ഓൺ ഷിപ്സ്, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റുകൾ. ഇനി ഈ സബ്ജക്റ്റ് തീർക്കുന്നതിന് മുൻപ് ഈ സബ്ജക്റ്റുമായിട്ട് മാരിടൈം ലോയുമായിട്ട് ബന്ധപ്പെട്ട മറ്റെന്തൊക്കെ കീ ടേംസ്, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റ് വാക്കുകളും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് വാക്കുകളൂടെ പരിചയപ്പെട്ടിട്ട് നമുക്കൊരു 10, 30, 40 വാക്കുകൾ പരിചയപ്പെട്ടിട്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അതോടുകൂടി ഈ സബ്ജക്റ്റിൻ്റെ ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് കിട്ടും. പിന്നെ സിലബസ് അനുസരിച്ചിട്ട് മൊഡ്യൂൾ ബൈ മൊഡ്യൂൾ നമുക്ക് കവർ ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയുള്ളൊരു കോഴ്സ് നമുക്കുണ്ട്. ആ കോഴ്സിൽ എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. ഇനിയിപ്പോൾ ഈ ക്ലാസ് തീർക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് വാക്കുകളും കൂടെ ഒന്ന് നോക്കിയിട്ട് പോവാം. അപ്പോൾ ഇതെല്ലാം പഠിക്കുന്നത് എന്തിനാണ്? ഇതെല്ലാം പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ കൺസെപ്റ്റിൽ നമ്മൾ ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർ ഇത് പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ഒരുപാട് വലിയൊരു കോസ്റ്റൽ ലൈൻ ഉണ്ട്. ഇന്ത്യ ഷിപ്പിങ്ങിലെ ഒരു പ്രധാന പ്ലെയറാണ്. അപ്പം ഇതുമായിട്ട് ഇന്ത്യയുടെ അടുത്ത് തന്നെ അടുത്തിടയ്ക്ക് തന്നെ പല പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടായി, ഓയിൽ സ്പില്ലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടായി. അപ്പം ഇതെല്ലാം നമുക്ക് കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് മാരിടൈം ലോ അറിഞ്ഞിരിക്കണം. മാത്രമല്ല ഇതിന് ജോഗ്രഫിയും എക്കണോമിക്സും എൻവയോൺമെൻറ്റും ലോയും ഇങ്ങനെയുള്ളതിൻ്റെ എല്ലാം ഒരു ഇൻ്റർസെക്ഷനാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ച് നമുക്ക് പഠിക്കണം. ഇനി നമുക്ക് പ്രധാനമായിട്ട് കുറച്ചൊരു 30-40 വാക്കുകൾ, അതിൽ തന്നെ കുറേ വാക്കുകൾ നമ്മൾ നേരത്തെ കണ്ടു, എന്നാലും അഡീഷണൽ ആയിട്ട് കുറച്ച് വാക്കുകൂടെ കണ്ടിട്ട് ഒരു റിവിഷൻ പോലെ കഴിഞ്ഞ് ഒരു 5-10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. ഇപ്പോൾ അഡ്മിറാലിറ്റി ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്മിറാലിറ്റി ലോ എന്ന് പറഞ്ഞാൽ മാരിടൈം ലോ എന്നാണ്. മാരിടൈം ലോയുടെ മറ്റൊരു വാക്കാണ് അഡ്മിറാലിറ്റി ലോ. ഇറ്റ് ഡീൽസ് വിത്ത് ഷിപ്പിംഗ് ആൻഡ് ഒഫൻസസ് അറ്റ് സീ, അതാണ് അഡ്മിറാലിറ്റി ലോ. മാരിടൈം എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ടു സീ നാവിഗേഷൻ ഓർ ഷിപ്പിംഗ്, അതാണ് മാരിടൈം. ഇനി വെസൽ എന്നുള്ള വാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വെള്ളത്തിൽ ഉപയോഗിക്കുന്ന ഏത് വാഹനവും, അല്ലേ? അതായത് ഷിപ്പാവാം, ബോട്ടാവാം, ബാർജ് ആവാം, അതെല്ലാം വെസൽ എന്നാണ് പറയുന്നത്. എനി വാട്ടർ ക്രാഫ്റ്റ് യൂസ്ഡ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഓൺ വാട്ടർ, ദാറ്റ് ഈസ് കോൾഡ് എ വെസൽ. ഹു ഈസ് എ ഷിപ്പ് ഓണർ? ഷിപ്പ് ഓണർ ഈസ് എ പേഴ്സൺ ഓർ എ കമ്പനി ദാറ്റ് ഓൺസ് എ ഷിപ്പ്, അതാണ് ഷിപ്പ് ഓണർ. ചാർട്ടർ പാർട്ടിയും ബിൽ ഓഫ് ലേഡിംഗ് നമ്മൾ കണ്ടാണോ? ചാർട്ടർ പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ചാർട്ടർ പാർട്ടി ഈസ് എ കോൺട്രാക്ട് ഓർ എൻ എഗ്രിമെന്റ് വെർ എ ഷിപ്പ് ഈസ് ലീസ്ഡ് ഫോർ ദി ട്രാൻസ്പോർട്ട് ഓഫ് ഗുഡ്സ് ഓർ പാസഞ്ചേഴ്സ്, അതാണ് ചാർട്ടർ പാർട്ടി. ചാർട്ടർ പാർട്ടിയുടെ തന്നെ 3 തരത്തിലുള്ള എഗ്രിമെൻറ്റുകൾ ഉണ്ടാവാം. ബെയർ ബോട്ട് ചാർട്ടർ ഉണ്ടാവാം, ടൈം ചാർട്ടർ ഉണ്ടാവാം, വോയേജ് ചാർട്ടർ ഉണ്ടാവാം. ബെയർ ബോട്ട് ചാർട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റെൻ്റ് കാർ പോലെയുള്ള ഒരു രീതിയിൽ ആലോചിക്കുക. ബെയർ ബോട്ട് ചാർട്ടർ, എ ചാർട്ടർ വെർ ദി ചാർട്ടറർ ടേക്സ് കൺട്രോൾ ഓഫ് ദി ഷിപ്പ് ഇൻക്ലൂഡിങ് ദി ക്രൂ ആൻഡ് ഓപ്പറേഷൻസ്. അപ്പോൾ ബെയർ ബോട്ട് ചാർട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? വാടകയ്ക്ക് എടുക്കുന്ന ആള്, ചാർട്ടറർ, ആ കപ്പലിൻ്റെ പൂർണ്ണമായ അധികാരം ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ആ കപ്പലിനെ എടുക്കുകയാണ്, കപ്പലിലെ ആൾക്കാരെ എടുക്കുകയാണ്, കപ്പലിൻ്റെ ഓപ്പറേഷൻസ് പൂർണ്ണമായും പിന്നെ നോക്കുന്നത് ആ ചാർട്ടറായിരിക്കും, വാടകയ്ക്ക് എടുത്ത ആളായിരിക്കും. അതാണ് ബെയർ ബോട്ട് ചാർട്ടർ. എന്നാൽ ടൈം ചാർട്ടർ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഒരു കപ്പലിനെ കുറച്ച് സമയത്തേക്ക് വാടകയ്ക്ക് എടുക്കുകയാണ്. അപ്പോൾ കപ്പലിൻ്റെ ഓണർ ക്രൂവിനെയും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കപ്പലിൻ്റെ ഓണർ തന്നെയായിരിക്കും, പക്ഷേ കപ്പൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് സമയത്തേക്ക് വാടകയ്ക്ക് എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ടൈം ചാർട്ടർ. വോയേജ് ചാർട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്പെസിഫിക് ട്രിപ്പിന് വേണ്ടി, ഒരു പർട്ടിക്കുലർ വോയേജിന് വേണ്ടി കപ്പലിനെ വാടകയ്ക്ക് എടുക്കുന്നതിനാണ് വോയേജ് ചാർട്ടർ എന്ന് പറഞ്ഞാൽ. അപ്പം ഈ ബെയർ ബോട്ടിലാണ് ഓപ്പറേഷൻസും കൂടെ വാടകയ്ക്ക് എടുത്ത ആൾ നോക്കുന്നത്. ടൈം ചാർട്ടറിലും വോയേജ് ചാർട്ടറിലും ആ ഷിപ്പിൻ്റെ ഓണർ ആയിരിക്കും അതിൻ്റെ ഓപ്പറേഷൻസ് മാനേജ് ചെയ്യുന്നത്. ഇനി ബിൽ ഓഫ് ലേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഡോക്യുമെന്റ് ഇഷ്യൂഡ് ബൈ ദി കാരിയർ, ദാറ്റ് മീൻസ് ദി ഓണർ ഓഫ് ദി ഷിപ്പ്, അക്നോളജിങ് ദി റെസിപ്റ്റ് ഓഫ് ദി കാർഗോ, സെർവിങ് ആസ് എ കോൺട്രാക്ട് ആൻഡ് ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ, അതാണ് ബിൽ ഓഫ് ലേഡിംഗ്. BL എന്ന് എഴുതാറുണ്ട്. ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പേപ്പർ ഷോസ് ദാറ്റ് ഹൂ ലീഗലി ഓൺസ് ദി ഗുഡ് ബീങ് ട്രാൻസ്പോർട്ടഡ്. അപ്പം ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സ്, ആ ഗുഡ്സിൻ്റെ ഉടമസ്ഥാവകാശം ആർക്കാണ് എന്ന് പറയുന്നതാണ് ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ. അപ്പോൾ ബിൽ ഓഫ് ലേഡിങ്ങിൽ ഈ ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിലും ഉണ്ടായിരിക്കും. ബിൽ ഓഫ് ലേഡിങ്ങിൻ്റെ ഒരു ഭാഗമാണ് ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ. ബിൽ ഓഫ് ലേഡിംഗ് എന്ന് പറഞ്ഞാൽ ബിൽ ഓഫ് ലേഡിംഗ് ഇസ് എ ഡോക്യുമെന്റ് ഇഷ്യൂഡ് ബൈ എ കാരിയർ അക്നോളജിങ് റെസിപ്റ്റ് ഓഫ് കാർഗോ, സെർവിങ് ആസ് എ കോൺട്രാക്ട് ആൻഡ് എ ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ. ഇനി ഫ്രൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രൈറ്റ് എന്ന് പറഞ്ഞാൽ പേയ്മെന്റ് ഫോർ ദി ട്രാൻസ്പോർട്ട് ഓഫ് ഗുഡ്സ് ബൈ ദി സീ ആണ്.
കടലിൽ കൂടെ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ളതിൻ്റെ പേയ്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് ഫ്രൈറ്റ് ചാർജസ്. ഫ്രൈറ്റ് എന്ന് പറഞ്ഞാൽ ആ പേയ്മെൻ്റ് ആണ്. കാർഗോ എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ക്യാരിഡ് ബൈ എ ഷിപ്പ്, എയർക്രാഫ്റ്റ് ഓർ എ വെഹിക്കിൾ, അതാണ് കാർഗോ. സീ വർത്തിനെസ് എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടോ? സീ വർത്തിനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദി കണ്ടീഷൻ ഓഫ് എ ഷിപ്പ് ബീങ് ഫിറ്റ് ടു സേഫ്ലി ട്രാവൽ ആൻഡ് ക്യാരി ഗുഡ്സ് ഓർ പീപ്പിൾ. അപ്പം കടലിലൂടെ പോവാൻ ഒരു ഷിപ്പ് വർത്തിയാണ് എന്നുള്ള ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് സീ വർത്തിനെസ്. സാൽവേജ് എന്നുള്ള വാക്ക് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒരു ഷിപ്പ് മുങ്ങാൻ പോകുന്ന ഒരു കപ്പലിനെ ഹെൽപ്പ് ചെയ്യുകയാണ്, പക്ഷേ ഒരു പ്രതിഫലം പ്രതീക്ഷിച്ച് ഹെൽപ്പ് ചെയ്യുന്നതിനാണ് സാൽവേജ് എന്ന് പറയുന്നത്. ഹെൽപ്പിംഗ് എ ഷിപ്പ് ഓർ എ കാർഗോ ഇൻ ഡേഞ്ചർ അറ്റ് സീ, യൂഷ്വലി ഫോർ എ റിവാർഡ്, അതാണ് സാൽവേജ്. ജനറൽ ആവറേജ് നമ്മൾ എന്താണെന്ന് കണ്ടുപിടിച്ചു. ലോസിനെ ഷെയർ ചെയ്യുകയാണ്, നഷ്ടത്തെ വീതിച്ചെടുക്കുകയാണ്. എ ഷെയർഡ് ലോസ് സിസ്റ്റം വെയർ ഓൾ കാർഗോ ഓണേഴ്സ് ഷെയർ കോസ്റ്റ് ഓഫ് വോളണ്ടറി സാക്രിഫൈസ് മെയ്ഡ് ടു സേവ് ദി ഷിപ്പാണ് ജനറൽ ആവറേജ്. ഇനി അങ്ങനെ ചെയ്യുന്നില്ല, ആരുടെയാണോ എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടത് അയാൾ മാത്രം നഷ്ടം സഹിക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന വാക്കാണ് പർട്ടിക്കുലർ ആവറേജ്. പർട്ടിക്കുലർ ആവറേജ് മീൻസ് പാർഷ്യൽ ഡാമേജ് ഓർ ലോസ് ബോൺ ബൈ ദി കാർഗോ ഓണർ എലോൺ ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഷെയർഡ്, അതാണ് പർട്ടിക്കുലർ ആവറേജ്. അപ്പോൾ ജനറൽ ആവറേജും പർട്ടിക്കുലർ ആവറേജും എന്താണെന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ പഠിക്കേണ്ട ഒരു കൺസെപ്റ്റാണ് മറൈൻ ഇൻഷുറൻസ്. ഇൻഷുറൻസ് ദാറ്റ് കവേഴ്സ് ലോസ് ഓർ ഡാമേജ് ടു ഷിപ്സ്, കാർഗോ ഓർ ഫ്രൈറ്റ് ഡ്യൂറിങ് ട്രാൻസിറ്റ്. അപ്പം മറൈൻ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കപ്പലിന് വരുന്ന നാശനഷ്ടം, അല്ലെ കാർഗോയ്ക്ക് വരുന്ന നാശനഷ്ടം, അല്ലെങ്കിൽ ഈ ഒരു ട്രാൻസ്പോർട്ടിന് വേണ്ടി കൊടുത്ത പേയ്മെൻറ്റിന് വരുന്ന നാശനഷ്ടം. അപ്പോൾ അതൊക്കെ ഇൻഷുർ ചെയ്യുന്നതിനെയാണ് മറൈൻ ഇൻഷുറൻസ് എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ പഠിക്കേണ്ടത് പെറിൽസ് ഓഫ് ദി സീ എന്നുള്ള കൺസെപ്റ്റാണ്. പെറിൽസ് ഓഫ് ദി സീ എന്ന് പറഞ്ഞാൽ എന്താണ്? നാച്ചുറൽ ഡേഞ്ചേഴ്സ് ആണ്. അതായത് നാച്ചുറൽ ഡേഞ്ചേഴ്സ്, ഉദാഹരണത്തിന് കൊടുങ്കാറ്റ്, വലിയ തിരമാലകൾ, അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്ന ചില വലിയ പാറക്കഷ്ണങ്ങൾ, അപ്പോൾ അതൊക്കെ ഷിപ്പിനെ ഡാമേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള നാച്ചുറൽ ഡേഞ്ചേഴ്സിനെയാണ് പെറിൽസ് ഓഫ് ദി സീ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത ഒരു കൺസെപ്റ്റ് ജെറ്റിസൺ എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടായിരിക്കും. ജെറ്റിസൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ജെറ്റിസൺ എന്ന് പറഞ്ഞാൽ ത്രോയിങ് കാർഗോ ഓവർബോർഡ് ടു സേവ് ദി ഷിപ്പ് ഇൻ ആൻ എമർജൻസി. ഇപ്പോൾ കപ്പലിലെ സാധനങ്ങൾ, കാർഗോ കപ്പലിൽ നിന്ന് എടുത്ത് പുറത്തിടുന്നതിനെയാണ് ജെറ്റിസൺ എന്ന് വിളിക്കുന്നത്. ജെറ്റിസൺ ഈസ് ദി പ്രോസസ് ഓഫ് ത്രോയിങ് കാർഗോ ഓവർബോർഡ് ടു സേവ് ദി ഷിപ്പ് ഇൻ ആൻ എമർജൻസി, അതാണ് ജെറ്റിസൺ. ഇനി ലിമിറ്റേഷൻ ഓഫ് ലയബിലിറ്റി എന്നുള്ള കൺസെപ്റ്റ് എന്താണ്? ലിമിറ്റേഷൻ ഓഫ് ലയബിലിറ്റി is the legal principle that allows ship owners to limit their financial responsibility for loss or damage. അപ്പം ഷിപ്പിൻ്റെ ഓണേഴ്സ് ചില കേസിൽ ഷിപ്പിൻ്റെ ഓണേഴ്സിനാണ് റെസ്പോൺസിബിലിറ്റി ഉള്ളത്. ഉദാഹരണത്തിന് പൊല്യൂഷൻ, ഓയിൽ സ്പില്ലേജ് വരിക, അപ്പോൾ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി വരുന്നത് ഷിപ്പിൻ്റെ ഓണേഴ്സിനാണ്. അപ്പോൾ അവിടെ ആ ലയബിലിറ്റിക്ക് ലിമിറ്റേഷൻ എന്തെങ്കിലും കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ലീഗൽ പ്രിൻസിപ്പിളിനാണ് ലിമിറ്റേഷൻ ഓഫ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഇനി പോർട്ട് സ്റ്റേറ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആലോചിക്കുക. പോർട്ട് സ്റ്റേറ്റ് കൺട്രോൾ, PSC. പോർട്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കപ്പൽ ഇടയ്ക്ക് അടുക്കുന്ന തുറമുഖങ്ങളെയാണ് പോർട്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പം ആ പോർട്ട് സ്റ്റേറ്റിന് ചില അധികാരങ്ങളുണ്ട്, ചില കൺട്രോളുണ്ട്. ഉദാഹരണമാണ് ഇൻസ്പെക്ഷൻ ഓഫ് ഫോറിൻ ഷിപ്സ് ബൈ എ കൺട്രീസ് അതോറിറ്റീസ് വെൻ ദി ഷിപ്പ് ഈസ് ഇൻ ഇറ്റ്സ് പോർട്ട്. അപ്പോൾ ഒരു വിദേശ കപ്പൽ ഇപ്പോൾ ഇന്ത്യയുടെ തുറമുഖത്ത് അടുത്താൽ ഇപ്പോൾ ഇന്ത്യക്കാർക്ക് ആ കപ്പലിനെ ഇൻസ്പെക്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്. അതാണ് പോർട്ട് സ്റ്റേറ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. ഇനി ഫ്ലാഗ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് രാജ്യത്താണോ കപ്പൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ കപ്പലിൽ ഏത് രാജ്യത്തിൻ്റെ പതാകയാണുള്ളത് അതാണ് ഫ്ലാഗ് സ്റ്റേറ്റ്. ഇപ്പോൾ ഒരു അമേരിക്കൻ കപ്പൽ ഇന്ത്യൻ തുറമുഖത്ത് വന്നാൽ അമേരിക്കയുടെ പതാകയാണ് ഉള്ളതെങ്കിൽ അതിനർത്ഥം എന്താണ്? അമേരിക്കയിലാണ് ആ കപ്പൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണ് ഫ്ലാഗ് സ്റ്റേറ്റ്. ദി കൺട്രി ഇൻ വിച്ച് ദി ഷിപ്പ് ഈസ് രജിസ്റ്റേർഡ് ആൻഡ് ഹൂസ് ലോസ് ഇറ്റ് ഫോളോസ് ഓൺ ഹൈ സീസ്, അതാണ് ഫ്ലാഗ് സ്റ്റേറ്റ്. ഇനി ഹൈ സീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റർനാഷണൽ വാട്ടേഴ്സ് ആണ്, അല്ലേ? ഏരിയാസ് ഓഫ് ഓഷ്യൻ ബിയോണ്ട് എനി കൺട്രീസ് കൺട്രോൾ ആണ് ഹൈ സീസ്. ടെറിറ്റോറിയൽ വാട്ടർ എന്ന് പറഞ്ഞാൽ അതിന് തിരിച്ചാലോചിക്കുക, ഏരിയ അപ് ടു 12 നോട്ടിക്കൽ മൈൽ ഫ്രം എ കൺട്രീസ് കോസ്റ്റൽ ലൈൻ അണ്ടർ ഇറ്റ്സ് കൺട്രോൾ. അപ്പോൾ ഒരു രാജ്യത്തിന് തൊട്ടടുത്ത് കിടക്കുന്ന ആദ്യത്തെ 12 നോട്ടിക്കൽ മൈലിലുള്ള ഏരിയയാണ് ടെറിറ്റോറിയൽ വാട്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. 200 നോട്ടിക്കൽ മൈൽ കഴിഞ്ഞിട്ടുള്ള കടലിനെയാണ് ഹൈ സീസ് എന്ന് വിളിക്കുന്നത്. അതിന് ഇന്റർനാഷണൽ വാട്ടേഴ്സ് എന്ന് പറയും. ഇനി എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? 200 നോട്ടിക്കൽ മൈൽ വരെ ഒരു കൺട്രിയുടെ കോസ്റ്റിൽ നിന്ന്, ഇന്ത്യയുടെ കോസ്റ്റൽ ലൈൻ ആലോചിക്കുക, ഇന്ത്യയുടെ കോസ്റ്റൽ ലൈനിൽ നിന്ന് 200 നോട്ടിക്കൽ മൈൽ വരെ
ഉള്ള ഏരിയയെ വിളിക്കുന്നതാണ് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ. അവിടെയുള്ള ഫിഷിൻ്റെയും ഓയിലിൻ്റെയും അധികാരം ഇന്ത്യക്കാണ്. അതാണ് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് പറഞ്ഞാൽ. UNCLOS ഇത് മാരിടൈം ലോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമമാണ്. യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ദി ലോ ഓഫ് സീ. ഇതൊരു ട്രീറ്റിയാണ്, ഒരു എഗ്രിമെൻ്റ് ആണ്. അതാണ് ഒരു രാജ്യത്തിൻ്റെ കടലിലുള്ള ഓരോ രാജ്യത്തെയും അധികാരങ്ങൾ പറയുന്ന നിയമമാണ് UNCLOS. മാർപോൾ എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ കൺവെൻഷൻ ഓൺ മറൈൻ പൊല്യൂഷൻ ആണ്. ടു പ്രിവെൻറ്റ് പൊല്യൂഷൻ ഫ്രം ഷിപ്സ് ആണ് മാർപോൾ. സോളാസ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ കൺവെൻഷൻ ഫോർ ദി സേഫ്റ്റി ഓഫ് ലൈഫ് അറ്റ് സീ. ഇൻ്റർനാഷണൽ കൺവെൻഷൻ ഫോർ ദി സേഫ്റ്റി ഓഫ് ലൈഫ് അറ്റ് സീ. അപ്പം കപ്പലിലൂടെ പോകുമ്പോൾ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ, ലൈഫ് ജാക്കറ്റ് വേണം, അല്ലെങ്കിൽ ഫയർ ഹസാർഡിനെതിരെയുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണ് എടുക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇൻ്റർനാഷണൽ കൺവെൻഷൻ ഓൺ ദി സേഫ്റ്റി ഓഫ് ലൈഫ് അറ്റ് സീ സോളാസ് പറയുന്നത്. മാരിടൈം ലേബർ കൺവെൻഷൻ MLC പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് ഷിപ്പ് ക്രൂ, വേജസ്, സേഫ്റ്റി, അക്കോമഡേഷൻ തുടങ്ങിയ കാര്യങ്ങളാണ്. കോൾറെക്സ് പറയുന്നത് കൊലീഷൻ റെഗുലേഷൻ ആണ്. ഷിപ്പ് ആക്സിഡൻസ്, ഷിപ്പുകൾ കൊളൈഡ് ചെയ്യാതിരിക്കുക കടലിൽ, അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് കോൾറെക്സ് പറയുന്നത്, അതറിയാം. റക്ക് എന്ന് പറഞ്ഞത് എന്താണ്? ഒരു മുങ്ങിയത് അല്ലെങ്കിൽ ഒരു സ്ട്രാൻഡ്, ഒറ്റപ്പെട്ട് കിടക്കുന്ന ഷിപ്പിനെയാണ് റക്ക് എന്ന് പറയുന്നത്. ഷിപ്പിൻ്റെ ബാക്കി ഭാഗമൊക്കെ റക്കാണ്. എ സൺകൺ ഓർ എ സ്ട്രാൻഡഡ് ഷിപ്പാണ് റക്ക്. പൈറസി എന്നുള്ള വാക്ക് കടലിൻ്റെ ആസ്പെക്റ്റിൽ പറയുമ്പോൾ ദോസ് ക്രിമിനൽ ആക്ട്സ് കമ്മിറ്റഡ് അറ്റ് സീ ആണ് പൈറസി. ക്രിമിനൽ ആക്ട്സിൻ്റെ ഉദാഹരണമാണ് റോബറി, വയലൻസ്, കടൽ കൊള്ള, അതൊക്കെയാണ് പൈറസിക്കകത്ത് വരുന്നത്. ക്രിമിനൽ ആക്ട്സ് കമ്മിറ്റഡ് അറ്റ് സീ ഈസ് കോൾഡ് പൈറസി. ഇറ്റ് ഇൻക്ലൂഡ്സ് റോബറി ആൻഡ് വയലൻസ്. ഇനി സ്മഗ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മഗ്ലിംഗ് ഈസ് സീക്രട്ട്ലി ട്രാൻസ്പോർട്ടിങ് ഇല്ലീഗൽ ഗുഡ്സ് ത്രൂ ഷിപ്സ് ആണ് സ്മഗ്ലിംഗ്. സീക്രട്ടായിട്ട്, നിയമപരമായി അല്ലാതെ കപ്പലിലൂടെ ചില സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യും. ഉദാഹരണത്തിന് ഡ്രഗുകൾ, ലഹരി വസ്തുക്കൾ, ആയുധങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനെയാണ് സ്മഗ്ലിംഗ് എന്ന് പറയുന്നത്. ഇനി ബല്ലാസ്റ്റ് വാട്ടർ എന്ന് പറഞ്ഞാൽ കപ്പലും സ്റ്റേബിളായിട്ട് നിൽക്കാൻ, കപ്പലും മുങ്ങാതെ സ്റ്റേബിളായിട്ട് നിൽക്കാൻ കപ്പലിലേക്ക് കുറച്ച് വെള്ളം കയറ്റും. ആ വെള്ളമാണ് കപ്പലിനെ സ്റ്റേബിളായിട്ട് നിർത്തുന്നത്. അതിനെയാണ് ബല്ലാസ്റ്റ് വാട്ടർ എന്ന് പറയുന്നത്. പക്ഷേ അപ്പോൾ ഈ കപ്പലിലേക്ക് കയറുന്ന വെള്ളത്തിൽ പലപ്പോഴും ചില ഇൻവേസീവ് സ്പീഷീസ് ഉണ്ടാവാം. അതായത് ചില പ്രത്യേക തരത്തിലുള്ള മീനുകളൊക്കെ ഉണ്ടാവാം. അത് അടുത്ത സ്ഥലത്തെത്തുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ടാക്കാം. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ഈ ബല്ലാസ്റ്റ് വാട്ടർ എടുക്കാൻ. അതും അതിൻ്റേതായ റെഗുലേഷൻസ് ഉണ്ട്. What is ballast water? Water taken into ships to stabilize them, but it can carry invasive species and hence it is regulated. അതാണ് ബല്ലാസ്റ്റ് വാട്ടറിനെ പറ്റി പറയുന്നത്. ഇനി കുറച്ച് വാക്കുകളിലൂടെ പഠിക്കാനുണ്ട്. ഡംപിങ്. So what is dumping? Dumping is throwing waste or pollutants into the sea, usually illegal under international law. കപ്പലിൽ നിന്ന് വെള്ളത്തിലേക്ക് വേസ്റ്റോ പൊല്യൂട്ടൻസോ ഇടുന്നതിനെയാണ് ഡംപിങ് എന്ന് പറയുന്നത്. അത് ഇല്ലീഗലാണ്, ഇൻ്റർനാഷണൽ ലോയിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. മറൈൻ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അറിയാം, എൻവയോൺമെൻറ്റിന് ഓയിലോ വേസ്റ്റോ കെമിക്കൽസോ സീവേജോ അങ്ങനെയൊക്കെ വരുത്തുന്ന ഡാമേജിനെയാണ് മറൈൻ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ഹാർബർ അല്ലെങ്കിൽ പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാർബർ ഓർ എ പോർട്ട് ഈസ് എ ഷെൽട്ടേർഡ് പ്ലേസ് വെർ ഷിപ്സ് ഡോക്ക് ടു ലോഡ് ഓർ അൺലോഡ് ഗുഡ്സ് ഓർ പാസഞ്ചേഴ്സ്. അപ്പോൾ ഒരു തുറമുഖം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഒരു ഷെൽട്ടേർഡ് പ്ലേസ് ആണ്, സേഫ് ആയിട്ടുള്ള സ്ഥലമാണ്. അവിടെ കപ്പലിന് വന്ന് അടുക്കാനും അവിടെ സാധനങ്ങളോ ആൾക്കാരെയോ ഇറക്കാനോ കയറ്റാനോ പറ്റുന്ന സ്ഥലത്തെയാണ് ഹാർബർ അല്ലെങ്കിൽ പോർട്ട് എന്ന് പറയുന്നത്. ഇനി ഡിമൊറേജ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഡിമൊറേജ് എന്ന് പറഞ്ഞാൽ ഒരു പെനാൽറ്റിയാണ്. പെനാൽറ്റി ചാർട്ടേർഡ് ടു ദി ചാർട്ടറർ ഫോർ ഡിലേയിങ് ദി ഷിപ്പ് ബിയോണ്ട് ദി എഗ്രീഡ് ടൈം. ഇപ്പോൾ ഒരു വാടകക്കാരന്, ഷിപ്പ് വാടകയ്ക്ക് എടുത്ത ആൾ ഒരു മാസത്തേക്കാണ് ഷിപ്പ് എടുത്തതെന്ന് വിചാരിക്കുക, ചാർട്ടർ എടുത്തെറിയുന്നത്. പക്ഷെ ഒരു മാസം കഴിഞ്ഞിട്ട് 2 മാസമായിട്ടും ഷിപ്പ് തിരിച്ചു വന്നില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഷിപ്പിൻ്റെ മുതലാളി വാടകയ്ക്ക് എടുത്ത ആൾക്ക് ചാർജ് ചെയ്യുന്ന പെനാൽറ്റിയാണ് ഡിമൊറേജ് എന്ന് പറയുന്നത്. പെനാൽറ്റി ചാർജ് ടു ദി ചാർട്ടറർ ഫോർ ഡിലേയിങ് ദി ഷിപ്പ് ബിയോണ്ട് എഗ്രീഡ് ടൈം, അതാണ് ഡിമൊറേജ്. ഇനി ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വെൻ എ ഷിപ്പ് സ്ട്രെയ്സ് from its agreed route and can affect insurance and liability. അപ്പം യൂറോപ്പിൽ നിന്ന് അമേരിക്കയിലേക്കാണ് കപ്പൽ പോകാനിരുന്നത്. പക്ഷേ യൂറോപ്പിൽ നിന്ന് ആഫ്രിക്കയിലേക്ക് പോയാൽ റൂട്ട് ഡീവിയേറ്റ് ചെയ്തു. അപ്പോൾ റൂട്ട് ഡീവിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഷുറൻസും ലയബിലിറ്റിയും ഒക്കെ ബാധിക്കും. അപ്പോൾ അതിനെയാണ് ഡീവിയേഷൻ എന്ന് പറയുന്നത്.
ഇനി സീ ഫെയറർ എന്നുള്ള വാക്ക് നമ്മൾ കണ്ടു കഴിഞ്ഞു. സീ ഫെയർ എന്ന് പറഞ്ഞാൽ വൺ ഹൂ വർക്ക്സ് ഇൻ ഷിപ്പ് ഈസ് കോൾഡ് ഷീ ഫെയറർ. എ പേഴ്സൺ ഹൂ വർക്ക്സ് ഓൺ എ ഷിപ്പ് ഇൻക്ലൂഡ്സ് ഓഫീസേഴ്സ്, എഞ്ചിനീയേഴ്സ് ആൻഡ് ഡെക്ക് ക്രൂ. ഇവരെ എല്ലാം കൂടെ ചേർത്തിട്ടാണ് സീ ഫെയറർ എന്ന് പറയുന്നത്. ഇനി ഷിപ്പ് അറസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷിപ്പിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റും, അതായത് ഷിപ്പിനെ ഡിറ്റൈൻ ചെയ്ത് വെക്കാൻ പറ്റും. ലീഗൽ ഡിറ്റൻഷൻ ഓഫ് എ ഷിപ്പ് ഡ്യൂ ടു അൺപ്ലെയ്ഡ് ക്ലെയിംസ് ഓർ വയലേഷൻസ് ആണ് ഷിപ്പ് അറസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇനി ആർബിട്രേഷൻ എന്ന് പറഞ്ഞാലോ? ആർബിട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആൾട്ടർനേറ്റ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ആണ്, അല്ലേ? നമുക്ക് കോടതികൾ മുഖാന്തരമല്ലാതെ ചില തർക്കങ്ങൾ പരിഹരിക്കാനുള്ള ഒരു മെക്കാനിസമാണ് ആർബിട്രേഷൻ. അപ്പോൾ ഒരു പ്രൈവറ്റ് മെത്തേഡ് ടു റിസോൾവ് ഷിപ്പിംഗ് ഡിസ്പ്യൂട്ട്സ് ഔട്ട്സൈഡ് കോർട്ട് ഓഫൺ യൂസ്ഡ് ഇൻ മാരിടൈം കോൺട്രാക്ട്സ്. അതാണ് ആർബിട്രേഷൻ. അവിടെ ഒരു ആർബിട്രേറ്റർ ഉണ്ടാവും. ആർബിട്രേറ്റർ ഒരു പ്രൈവറ്റ് ജഡ്ജ് പോലെയാണ്. അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ ബൈൻഡിങ് ആയിരിക്കും. അതാണ് ആർബിട്രേഷൻ. സാധാരണ മാരിടൈം ഡിസ്പ്യൂട്ടുകളൊക്കെ ആർബിട്രേഷൻ്റെ റൂട്ടിൽ കൂടി ആയിരിക്കും തർക്കം പരിഹരിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ പഠിച്ചതോടുകൂടി നമ്മൾ മാരിടൈം ലോയുടെ ഏറ്റവും അടിസ്ഥാനപരമായ കൺസെപ്റ്റുകളെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് മൊഡ്യൂൾ വൈസ് ആയിരിക്കും. നമ്മൾ ഈ സിലബസ് പൂർണ്ണമായിട്ട് തീർക്കുന്ന തരത്തിലുള്ള ഡീറ്റെയിൽ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലും നമ്മുടെ ഇതിൻ്റെ കോഴ്സിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ആ കോഴ്സിൻ്റെ ലിങ്ക് നമ്മൾ ഈ വീഡിയോയുടെ താഴെ യൂട്യൂബിൽ കൊടുക്കുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും, കമൻറ്റ് സെക്ഷനിലും ഉണ്ടാവും. അതിലൂടെ പോയി കഴിഞ്ഞാൽ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതിന് വരേക്കും ഇറ്റ്സ് ഗുഡ് ബൈ.